ഈ വർഷത്തെ റബീഉൽ അവ്വലിന് നേരത്തെയുള്ള റബീഉൽ അവ്വലുകളിലേക്ക് ചേർത്ത് ചില വ്യത്യസ്തതകൾ, ചില പ്രത്യേകതകൾ ഉണ്ട്. ഈ വർഷത്തെ റബീഉൽ അവ്വലിൻ്റെ പ്രത്യേകതകളിൽ ഒന്ന് 1500-ാം ജന്മദിനമാണ് നാം ഇപ്പോൾ ഈ മാസം ആഘോഷിക്കുന്നത്. പുണ്യനബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഭൂമിയിൽ പിറവിയെടുത്ത് 1500 വർഷങ്ങൾ പിന്നിടുകയാണ്. ഇത്രയും കാലം നീണ്ടു നിന്നിട്ടും ആ നബിയുടെ വാക്കുകൾ, ആ നബിയുടെ അധ്യാപനങ്ങൾ, ആ നബിയുടെ അനുഷ്ഠാന ഇഷ്ടാനിഷ്ടങ്ങൾ എല്ലാം അറിയുന്ന, പഠിക്കുന്ന, ഇഷ്ടപ്പെടുന്ന, ആ നബിയെ ഫോളോ ചെയ്യുന്ന ഒരുപാട് ആളുകൾ 15 നൂറ്റാണ്ടുകൾക്കിപ്പുറത്തും ബാക്കിയായി നിലനിൽക്കുന്നു എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അധ്യാപനങ്ങൾക്ക് തിളക്കം കൂട്ടുകയാണ്. ഈ കാലത്തും ആ ചർച്ചകളിലാണ്. ഇരുണ്ട യുഗം എന്ന പേരിൽ അറിയപ്പെട്ട ഡാർക്ക് ഏജ് ആയിരുന്ന 6-ാം നൂറ്റാണ്ടിൽ ഈത്തപ്പനയോലകൾ കൊണ്ട് നെയ്ത ആ ചെറിയ കുടിലുകൾക്കകത്തു നിന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ആ അധ്യാപനങ്ങൾ, തിരുവചനങ്ങൾ 21-ാം നൂറ്റാണ്ടിൽ AI യുഗത്തിൽ കൊട്ടാരങ്ങളെ വരെ സ്വാധീനിക്കാൻ കഴിയുന്നു എന്നതാണ് തിരുനബിയുടെ അധ്യാപനങ്ങളുടെ പ്രധാനത്തെ അറിയിക്കുന്നത്. ഈ കാലത്തും ഈ കാലഘട്ടത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച തത്വങ്ങൾ എല്ലാ അർത്ഥത്തിലും, എല്ലാ ഭാഗങ്ങളിലും അത് നിലകൊള്ളുകയാണ്. നോക്കൂ നിങ്ങൾ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറഞ്ഞു, 1500 കൊല്ലം മുമ്പ് അവിടുന്ന് പറയാണ്, ലയബ്ലുഗന്ന ഹാദൽ അംറു മാ ബലഗൽ ലൈലു വന്നഹാർ. സ്വഹാബ, ഞാൻ ഈ പഠിപ്പിക്കുന്ന തത്വങ്ങൾ, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഈ ആശയങ്ങൾ രാവും പകലും എവിടെയുണ്ടോ, രാത്രിയും പകലുമാകുന്ന സ്ഥലം എവിടെയുണ്ടോ, എവിടെ സൂര്യാസ്തമന ഉദയം നടക്കുന്നുണ്ട് അവിടങ്ങളിലൊക്കെ ഞാൻ ഈ പഠിപ്പിച്ച ആദർശം എത്തുക തന്നെ ചെയ്യും. വലാ യതുറുകുല്ലാഹു ബൈത മദരിൻ വലാ വബ്ർ ഇല്ലാ അദ്ഖലഹുല്ലാഹു ഹാദദ്ദീൻ. ഈ മതം, ആ മതം അത് രോമങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ചെറിയ ചെറിയ ഓലകൾ കൊണ്ട് നെയ്തുണ്ടാക്കിയ വീടാണെങ്കിലും അവിടങ്ങളിലൊക്കെയും മനുഷ്യന്റെ ഇടപെടൽ എവിടെ ഉണ്ട്, അവിടൊക്കെ എൻ്റെ ഈ തത്വം എത്തുക തന്നെ ചെയ്യും. അത് അള്ളാഹു എത്തിക്കാത്ത ഒരു സ്ഥലവും ഉണ്ടാവില്ല. തൻ്റെ അത്രയും മുൻപ് തങ്ങൾ നടത്തിയ പ്രഖ്യാപനം, മാഷാ അല്ലാഹ്, അതിന്ന് വളരെയേറെ അർത്ഥത്തിൽ നാം കാണുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഓരോ വിഷയവും മനുഷ്യൻ പതുക്കെ പതുക്കെയാണ് അങ്ങോട്ട് എത്തുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. നമുക്ക് മനസ്സിലാകുന്നില്ല. ഒരു ഉദാഹരണം ഞാൻ ആദ്യം തന്നെ പറയാം. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് പഠിപ്പിച്ചു, ഇദാ വലഗൽ കൽബു ഫീ ഇനാഇ അഹദിക്കും, നിങ്ങളിൽ ആരുടെയെങ്കിലും പാത്രത്തിൽ നായ തലയിട്ടാൽ നിങ്ങളാ പാത്രം 7 തവണ കഴുകണേ. അതിൽ 1 തവണ അത് മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടാകണേ. മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്നു പറഞ്ഞു, ഇദാ വലഗൽ കൽബു, നായ തലയിട്ടാൽ ശുചീകരണ പ്രക്രിയ നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. ഇത് പറഞ്ഞപ്പോൾ സ്വഹാബികൾക്കതിൽ തർക്കമില്ല. അവരാ പഠിപ്പിച്ച തത്വം പുതുതലമുറക്ക്, പിൻതലമുറക്ക് അവർ കൈമാറി. എല്ലാ മുഅ്മിനീങ്ങളും അത് ഉൾക്കൊണ്ടു. ഇമാമുമാർ മുഴുവനും അവരവരുടെ ഫിഖ്ഹിന്റെ കിതാബിൽ ഈ ഹദീസ് തെളിവായിട്ട് പറഞ്ഞു, നായ കാരണം നജസായാൽ അത് ഇങ്ങനെ ശുചിയാക്കാൻ പാടുള്ളൂ, എന്നാലേ അത് ശുചിയാവൂ എന്ന് പറഞ്ഞു. എന്നാൽ മനുഷ്യന്റെ ചിന്തയിൽ ഇതിൻ്റെ തെളിവ് വരുന്നത് ഏകദേശം 60-70 വർഷങ്ങൾക്ക് മുമ്പ്
ഡോക്ടർ അംബാൽക്കർ എന്ന PhD ഡോക്ടറാണ് ഇതിനെക്കുറിച്ച് പഠിച്ചത്. അയാൾ തൻ്റെ പഠനം അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് വന്ന കാര്യം തന്നെ, എന്തുകൊണ്ടാണ് മുഹമ്മദ് നബി അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക, എന്തുകൊണ്ടാണ് ബാക്കി കാര്യങ്ങളിലൊന്നും കാണിക്കാത്തൊരു ശ്രദ്ധ നായ കാരണം നജസായ ഒരു വിഷയത്തിൽ ഹബീബ് പറയുന്നത് എന്തുകൊണ്ടാണ്? ആ മനുഷ്യന്റെ പഠനം പുരോഗമിച്ച അവസാനം അയാൾ തുറന്നെഴുതി, നായയുടെ ശരീരത്തിൽ നിന്ന് വമിക്കുന്ന പ്രത്യേക അണുക്കളെ നശിപ്പിക്കാൻ പവർ, മണ്ണിനുള്ള പവർ മറ്റൊന്നിനില്ല. വേറെ ഒന്നിനങ്ങനെ ഒരു കഴിവ് കാണുന്നില്ല. അതുകൊണ്ട് നായ കാരണം ഒരു സ്ഥലം മലിനമായാൽ, ഒരു വസ്തു മലിനമായാൽ അത് മണ്ണ് കൊണ്ട് ക്ലീൻ ചെയ്യുമ്പോഴേ അത് കൃത്യമായി ക്ലീൻ ആവുന്നുള്ളൂ. ഇയാളിത് പറഞ്ഞിട്ട് അയാൾ പറഞ്ഞു, വെറുതെ അല്ല പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞത്, പഠിപ്പിച്ചത്. നോക്കൂ നിങ്ങൾ, ആ കാലത്ത് ഒരു ലാബ് സൗകര്യം പോലുമില്ല. നായയുടെ ശരീരത്തിലെ അണുക്കളെ നോക്കാനോ കണ്ടെത്താനോ മാർഗമില്ല. പിന്നെ ഇതെങ്ങനെ പറയുന്നു? അവിടെയാണ് മോമിനീങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അള്ളാഹുവിൻ്റെ ഖുർആൻ ഇതെടുത്തു പറഞ്ഞിട്ടുണ്ട്, വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. അള്ളാഹുവിൻ്റെ പ്രത്യേക അനുമതി ലഭിച്ചതല്ലാതെ മുഹമ്മദ് നബി പറയില്ല. അള്ളാഹു അവിടുത്തെ പൊരുത്തം നമുക്ക് നൽകുമാറാവട്ടെ. ആ ഒരു നബിയുടെ അനുയായി ആവാൻ കഴിഞ്ഞത് തന്നെ മഹാഭാഗ്യം. മുൻകാലത്തുള്ള നബിമാർക്ക് ഒരുപാട് മുഅ്ജിസത്തുകൾ അള്ളാഹു നൽകിയിട്ടുണ്ട്. മഹാനായ കലീമുല്ലാഹി മൂസ നബി അലൈഹിസ്സലാം, അന്നത്തെ ആ കാലഘട്ടത്തിൽ ആളുകൾ വെള്ളത്തിന് വലിയ പ്രതിസന്ധിയിലായപ്പോൾ അവരെല്ലാവരും കൂടെ മൂസാ നബി അലൈഹിസ്സലാമിനെ സമീപിച്ചു പറഞ്ഞല്ലയോ നബിയേ, വെള്ളമില്ല. മൂസാ നബി അലൈഹിസ്സലാം അവരോട് പറഞ്ഞു, ഞാൻ അള്ളാഹുവിനോട് പറയട്ടെ. അപ്പോൾ ഇവർ പറഞ്ഞു, അതെ അള്ളാഹുവിനോട് പറ. അള്ളാഹുവിനോട് പ്രാർത്ഥന നടത്തിയിട്ട് ഞങ്ങൾക്ക് വെള്ളം കൊണ്ടാ. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിലേക്ക് കൈയുയർത്തി ദുആരുന്നു, അള്ളാഹുവേ, ജനങ്ങൾക്ക് വെള്ളം കിട്ടാതെ വലിയ പ്രയാസമാണ്. അള്ളാഹു പരിഹാരം പറഞ്ഞെടുത്തു, നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങളെ കയ്യിലുള്ള വടി കൊണ്ട് ആ പാറയിലൊന്ന് അടിച്ചോളൂ, ആവശ്യത്തിനുള്ള വെള്ളം അവിടുന്ന് കിട്ടും എന്ന് അള്ളാഹു പറഞ്ഞു. മൂസാ നബി അലൈഹിസ്സലാം തന്റെ വടി കൊണ്ട് പാറപ്പുറത്തുനിന്ന് അടിച്ചപ്പോൾ 12 പ്രത്യേകമായ നീർച്ചാലുകൾ, ഒഴുക്കുള്ള നന്നായി വെള്ളം ലഭിക്കുന്ന പോയിന്റുകൾ അവിടെ രൂപപ്പെട്ടു. ആ പാറയിൽ നിന്ന് 12 വിഭാഗമായിരുന്നു ആ ജനങ്ങൾ ഉണ്ടായിരുന്നത്. അവർക്കെല്ലാവർക്കും ആവശ്യത്തിന് ഓരോ കൂട്ടർക്ക് ഓരോന്ന് എന്ന നിലക്ക് ഉറവ പൊട്ടി ഒഴുകാൻ തുടങ്ങി. ആളുകൾക്ക് ഭയങ്കര ആവേശം. എല്ലാവരും പറഞ്ഞു, മൂസയാണ് ഹീറോ. കാരണം ഈ കാലത്ത് വെള്ളം ലഭിക്കില്ല, അത്രയും വരൾച്ചയുള്ള ഈ സമയം. അതും പാറയുടെ ഉള്ളിൽ നിന്ന് വടികൊണ്ടടിച്ചിട്ടാണ് മൂസാ നബി അലൈഹിസ്സലാം വെള്ളം തന്നിരിക്കുന്നത്. അമ്പമ്പോ, എന്തൊരു വലിയ കഴിവാണ്! ഇദ്ദേഹത്തിന്റെ കഴിവിനെ ആരും അംഗീകരിച്ചു പോകും എന്നൊക്കെ പറഞ്ഞു. മൂസാ നബി അലൈഹിസ്സലാം കാലഘട്ടത്തിൽ തിളങ്ങി നിന്നു. അന്നത്തെ ഒരാൾക്കും ആ കഴിവിനെ ഗണ്ണിക്കാൻ കഴിയില്ല. മൂസാ നബി അലൈഹിസ്സലാം തിളങ്ങി നിന്നു. എന്നാൽ നമ്മുടെ നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹയാത്തുള്ള കാലം ഇതുപോലെ ഒരു ജലക്ഷാമം വന്നു. ആളുകൾ കൂടി അവർ വന്ന് തങ്ങളോട് പറഞ്ഞു, നബിയേ, വെള്ളമില്ല, പരിഹാരം വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിഹാരമായി അള്ളാഹുവിനോട് പറയുന്നു, റബ്ബേ, എൻ്റെ സമുദായം വെള്ളമില്ലാതെ പ്രയാസപ്പെടുന്നൊരു പരിഹാരം ആവശ്യമാണ്. അള്ളാഹു പറഞ്ഞില്ല, നിങ്ങളൊരു വടി എടുത്തിട്ട് അങ്ങോട്ട് അടിച്ചോളി. മൂസാ നബി മുമ്പ് അടിച്ചില്ലേ? മൂസാ നബി മുമ്പ് ചെയ്തിട്ട് വെള്ളം ലഭിച്ചിട്ടുണ്ട്, നിങ്ങളും ചെയ്തോളൂ. അള്ളാഹു പറഞ്ഞില്ല. നബിതങ്ങൾക്കൊരു സ്പെഷ്യലാണ് അള്ളാഹു പറഞ്ഞു കൊടുക്കുന്നത്. കാരണം എന്താണ്? മൂസാ നബി ആ കാലഘട്ടത്തിൽ വടി കൊണ്ടടിച്ച് വെള്ളം കൊടുത്തെങ്കിൽ നബിതങ്ങൾ ഉള്ളത് AI കാലഘട്ടത്തിലെ ജനങ്ങളോട് സംവദിക്കുന്ന പ്രവാചകനാണ്. ഖിയാമത്ത് നാൾ വരെ
ഇനി ഒരു നബി വരാനില്ല. ഇവിടെ ഉള്ള മുഴുവൻ കണ്ടുപിടുത്തങ്ങളോടും മത്സരിക്കുന്ന ആളായിരിക്കണം ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ അള്ളാഹു പറഞ്ഞു, നബിയെ, നിങ്ങൾ ഈ വിഷയത്തിൽ മൂസ നബി ചെയ്തതുപോലെ ചെയ്യേണ്ടതില്ല. കാരണം ഇന്നത്തെ കാലത്ത് അതൊരു അത്ഭുതമല്ല. ഇന്നിപ്പോ പാറയുടെ ഉള്ളിൽ നിന്നല്ല, ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് എത്ര ആഴത്തിൽ വെള്ളമുണ്ടെന്നത് അറിയാൻ ഇന്ന് സംവിധാനമുണ്ട്. എത്ര കണ്ടവിടെ വെള്ളം ലഭിക്കും, ആ വെള്ളത്തിന്റെ ലഭ്യത, ആ വെള്ളത്തിന്റെ അളവ്, അതിൻ്റെ സാന്ദ്രത വരെ കണ്ടെത്താൻ ഇന്ന് സംവിധാനമുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം ഇവിടെ നടക്കൂല. ഇത് ഖിയാമത്ത് നാൾ വരെ അത്ഭുതപ്പെടുത്തുന്ന ഒന്നായിരിക്കണം നബിതങ്ങൾ ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബ, നിങ്ങളുടെ കയ്യിലൊക്കെ ഉള്ള വെള്ളം, ശേഷിക്കുന്ന വെള്ളം കൊണ്ടുവരൂ. അവരെ കയ്യിൽ കുറച്ച് വെള്ളം എല്ലാവരുടെ തോൽപാത്രത്തിലുമുണ്ട്. അതെല്ലാം കൂടെ ശേഖരിച്ച് ഒരു കയ്യിൽ, ഒരു പാത്രത്തിൽ അത് ഒരുമിച്ച് കൂട്ടി ആ പാത്രത്തിലേക്ക് അവിടുത്തെ ശറഫാക്കപ്പെട്ട വലത് കൈ അതങ്ങിറക്കി വെച്ചു. ആ കൈ അങ്ങ് വെച്ചു കൊടുക്കുന്നതോടെ കൈയിൻ്റെ വിരലുകൾക്കിടയിലൂടെ ശുദ്ധജലത്തിൻ്റെ പ്രവാഹമാണ്. മങ്കൂസ് മൗലിദിലേക്കൊന്ന് വരാം. അവിടെ പറയുന്നത് കാണാം, യമൻ തഫജ്ജറത്തിൽ അൻഹാറു നാബിഅതൻ من إصبعيه فاروا والجيش ذا العدد مولاي صل وسلم على حبيبك خير الخلق كلهم നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 900 ആളുകളുണ്ട് എന്നാണ് ചരിത്രം പറയുന്നത്. അവിടെ തങ്ങളുടെ മുമ്പിൽ വെള്ളത്തിന് വേണ്ടി ലഭ്യമായ വെള്ളത്തിൻ്റെ ആവശ്യകതയ്ക്ക് വേണ്ടി സഹായം തേടിയവർ 900 ആളുകളും ഈ ഒരു പാത്രത്തിൽ നിന്ന് അവർ കുടിച്ചു, അവർ കുളിച്ചു, അവർ ഉപയോഗത്തിന് മാറ്റിവെച്ചു. ആ വെള്ളത്തിനൊരു കുറവുമില്ല. ഈ ഒരു കഴിവിനെ ഖിയാമത്ത് നാൾ വരെ ഗണ്ണിക്കാൻ ഒരു ശാസ്ത്രത്തിനും കഴിയൂല. ചൊല്ലിക്കോ സ്വല്ലല്ലാഹു അലാ അലൈഹി വസല്ലം. ഒന്നുകൂടെ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെ കൊണ്ടാ കഴിയ? കൈയിനുള്ളിൽ നിന്ന് വെള്ളം കൊടുക്കാൻ ആരെ കൊണ്ട് കഴിയും? നോക്കൂ നിങ്ങൾ, അല്ലാഹു തആല തന്നെ ഹിക്മത്തോടെ ഹബീബിനെ ഈ ലോകത്ത് വാഴ്ത്തപ്പെടുകയാണ്. അല്ലാഹു തന്നെ അതിന് വഴിയൊരുക്കുകയാണ്. മൂസാ നബിയെ പോലെ നിങ്ങളൊരു വടിയെടുത്ത് അടിച്ചോളൂ എന്ന് പറഞ്ഞാൽ പ്രശ്നം തീരും, ആളുകൾക്ക് വെള്ളവും കിട്ടും. പക്ഷെ അതല്ല ചെയ്യുന്നത്. ഇത് ഖിയാമത്ത് നാൾ വരെ അത്ഭുതമായി നിലനിൽക്കണം. ഇന്നും അതൊരു അത്ഭുതം തന്നെ. എങ്ങനെ ഇത് സാധിച്ചു നബിയേ? യാ ഹബീബല്ലാഹ്, അവിടുത്തെ പ്രത്യേകതയുടെ മുന്നിൽ ഞങ്ങൾ മുസ്ലിമീങ്ങൾ എന്നും ഇസ്സത്തിലാണ്. അതാണ് കവി പറഞ്ഞത്, നമ്മൾ മഹാഭാഗ്യവാന്മാരാണ്. ഇമാം ബൂസൈരി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും വലിയ അനുഗ്രഹം നമ്മൾ ഹബീബിന്റെ ആളുകളാണ്. കുന്നാ അക്രമൽ ഉമമീ, എല്ലാ ഉമ്മത്തുകളെ കൂട്ടത്തിലും നമ്മൾ ഏറ്റവും പവറുള്ള ഉമ്മത്തായത് നമ്മുടെ നേതാവ് അത്രയും പവറുള്ള ആളാണ്. അഷ്റഫുൽ ഖൽഖ് ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹീറോയെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അവിടുത്തെ ജന്മദിനത്തിലാണ് നമ്മൾ ചർച്ച നടത്തുന്നത്. അല്ലാഹുവേ, ഹബീബിനോടുള്ള ഹുബ്ബ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം അല്ലാഹ്. ഇതും പാശ്ചാത്യ രാജ്യങ്ങളിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ വേഗത്തിൽ വളരുന്ന മതമേതാണ്? പരിശുദ്ധ ഇസ്ലാമാണ്. കാരണം അതിൻ്റെ കാഴ്ചപ്പാടുകൾ അത്രയും മഹത്വമുള്ളതാണ്. അള്ളാഹുവിൻ്റെ റസൂലല്ലേ ഇതിൻ്റെ നേതൃത്വം. അത്രയും കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു തന്ന നേതാവാണ്. അൽഹംദുലില്ലാഹ്,
ഉൾക്കൊള്ളാനുള്ള കഴിവ് അല്ലാഹു നമുക്ക് നൽകട്ടെ. അതുകൊണ്ട് ഈ നബിദിന ആഘോഷം അടുത്ത ഈ സമയത്ത് ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മളിൽ എത്ര പേർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഴി അറിയാം? എത്ര ആളുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ഒരു മാർഗത്തിലേക്ക് ജനങ്ങളെ ആകർഷിപ്പിക്കാൻ കഴിയും? 30-40 വർഷങ്ങളായി റബീഉൽ അവ്വലിൽ നമ്മൾ വരമേൽക്കുന്നുണ്ട്. എത്രത്തോളം പ്രവാചക ചര്യകൾക്ക് നമ്മൾ എത്ര പേര് പ്രവാചകന്റെ പ്രത്യേകമായി പ്രത്യേകത നൽകുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് ഒരു റബീഉൽ അവ്വലിൽ ഒന്ന് നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ 30-40 റബീഉൽ അവ്വൽ കഴിയുമ്പോൾ ഏകദേശം എത്ര സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. പക്ഷെ മുസൽമാനെ, ഈ സമയത്ത് ഖേദത്തോടെ പറയട്ടെ, എത്ര സുന്നത്തുകൾ നമുക്ക് അറിയും, പക്ഷേ നമ്മൾ അത് മറ്റൊരാൾക്ക് പകർത്തുന്നത് നമ്മുടെ ജീവിതത്തിലില്ല. നമ്മൾ ആളാണ്, പക്ഷേ പോരാ. കൃത്യമായി സുന്നത്തുകളെ ജീവിതത്തിന്റെ ഭാഗമാക്കണം, നബിയെ പിന്തുടരണം. അല്ലാഹു സൗഭാഗ്യം നൽകട്ടെ. ഈ ഒരു റബീഉൽ അവ്വലിൽ നമുക്ക് ജീവിതത്തിൽ പകർത്താൻ ഒരു സുന്നത്ത് വേണം. അത് ഈ വാദിന്റെ സദസ്സിൽ നിന്ന് തന്നെ ആയാലോ അത് വളരെ സന്തോഷമായി. ആദ്യ ദിവസം എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു സുന്നത്ത് ലഭിച്ചു എന്നത് മഹാഭാഗ്യമാണ്. നിങ്ങൾ നോക്കുക, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട, നമുക്ക് എല്ലാവർക്കും എളുപ്പത്തിൽ കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു സുന്നത്താണ്. വുളൂ ചെയ്യുന്ന സമയം നമ്മുടെ മുഖവും കൈകാലുകളും നീട്ടി കഴുകുക എന്ന സുന്നത്ത്. മദ്രസയിൽ പഠിക്കുന്ന കുട്ടികൾ ഇതാലത്തുൽ ഖുർറത്തി വത്തഹ്ജീൽ എന്ന് കാണാം. മുഖവും കൈകാലുകളും നീട്ടിക്കഴുകൽ പ്രത്യേകം സുന്നത്താണ്. അതായത് നെറ്റിയിൽ മുടി മുളക്കുന്ന സ്ഥലം താടിയുടെ കൂടുന്ന എല്ല് കൂടുന്ന ഭാഗം വരെയാണ് മുഖത്തിന്റെ നീളത്തിലെ അളവ്. ഒരു ചെവിക്കുറ്റി മുതൽ അടുത്ത ചെവിക്കുറ്റി, മറ്റേ ചെവിക്കുറ്റി വരെയാണ് മുഖത്തിന്റെ വീതി. ഇതാണ് ഒരു മുഖം വുളൂഇൽ നിർബന്ധമായ ഭാഗം. എന്നാൽ മുഖം കഴുകുന്ന സമയത്ത് തന്നെ കുറച്ച് നെറ്റിയിൽ നിന്നും തലയിൽ നിന്നും ചെവിയിൽ നിന്നും ഒക്കെ ഒന്ന് കൂട്ടി, താടിയിൽ നിന്ന് കുറച്ച് ഇറക്കി കുറച്ച് നീട്ടി കഴുകിയാൽ, കൈ കഴുകുന്ന സമയത്ത് മുട്ടോടുകൂടെ കഴുകണം, അതാണ് ഫറള്. പക്ഷെ ആ ഫറള് ഒന്നുകൂടെ തോളം കൈയിലേക്ക് എടുത്താൽ, കാല് കഴുകുമ്പോൾ അതിന്റെ മടമ്പ് വരെ, ഞെരിയാണി വരെ എന്നത് ശരിയാണ്. പക്ഷേ അതിന്റെ മേലെ ഒന്നുകൂടെ കടങ്കാല് വരെ കൂട്ടിക്കഴുകിയാൽ അല്ലാഹുവിന്റെ റസൂലിന് വലിയ ഇഷ്ടമുള്ള സുന്നത്താണത്. നബി തങ്ങൾ പറയുന്നു, ഇന്ന ഉമ്മത്തി യുദ്ഔന യൗമൽ ഖിയാമത്തി ഗുർറം മുഹജ്ജലീൻ. എന്റെ ഉമ്മത്തുകളെ നാളെ ഖിയാമത്ത് നാളിൽ കയ്യും കാലും മുഖവും വെളുത്തവരെ എന്നാണ് വിളിക്കുക. എന്റെ ഉമ്മത്തിന് അങ്ങനെ ഒരു പേരുണ്ടവിടെ. മിൻ ആധാരിൽ വുളൂ കാരണത്താൽ മുഖവും കൈകാലുകളും വെളുത്തവരെ. എന്താണ് ഇതിനർത്ഥം? മുഹദ്ദിസുകൾ വിവരിക്കുന്നു, മുഖവും കൈയും കാലും വെളുത്തവർ എന്ന് പറഞ്ഞാൽ ശരീരം മുഴുവനും വെളുത്ത ഒരു വിഭാഗമായി വുളൂ ചെയ്യുന്ന ആളുകൾ അവിടെ വരും. അങ്ങനെയാണ് എൻ്റെ ഉമ്മത്തിനെ അവിടെ വിളിക്കുകയെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ പ്രധാനപ്പെട്ടൊരു സുന്നത്താണ്. കുപ്പായമെടുത്ത് വുളൂ എടുക്കുന്ന ഒരു പുരുഷൻ തന്റെ കുപ്പായ കൈ ഒന്ന് മേലോട്ട് കയറ്റി വെച്ച് തോളം കൈ കൂടി കുറച്ച് കൂട്ടി കഴുകണം. കാല് കഴുകുമ്പോൾ ഒന്ന് കയറ്റി കഴുകണം. പാൻറ് ഒന്നുകൂടെ മടക്കി വെച്ചിട്ട് ഒന്ന് കയറ്റി കഴുകിയാൽ അത് പുണ്യ നബിയുടെ സുന്നത്താണ്. മുഖം കഴുകുമ്പോൾ ഒന്നുകൂടെ കൂട്ടി കഴുകിയാൽ പുണ്യ നബിയുടെ സുന്നത്താണ്. ആ റസൂലുള്ളാഹി ഇത് പറഞ്ഞിട്ട് പറയാണ്, എന്റെ ഉമ്മത്തിനെ നാളെ അങ്ങനെ വിളിക്കപ്പെടുന്നു പറഞ്ഞിട്ട് അവിടുന്ന് പറഞ്ഞു, നിങ്ങൾക്ക് ആർക്കെങ്കിലും കഴിയുമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യണേ. മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളത് ഒഴിവാക്കരുതേ.
നിങ്ങളത് പറ്റുന്നവരൊക്കെ അത് ചെയ്യണേ എന്നൊരു വല്ലാത്ത മനസ്സ് തട്ടുന്ന ഒരു പ്രയോഗമാണ് അവിടെ പ്രയോഗിച്ചത്. അതുകൊണ്ട് മുഅ്മിനുകളെ, ഈ വഅദിന്റെ സദസ്സ് നമുക്കൊരു ഉപകാരപ്പെടട്ടെ, മാറ്റങ്ങൾ ഓരോന്ന് വരട്ടെ നമ്മുടെ ഇടയിൽ. ഇത് ശ്രദ്ധിക്കുന്നവരും ഇല്ലാത്തവരും ഉണ്ടാകാം. എങ്ങനെയായാലും ഇനി ഇവിടുന്ന് അങ്ങോട്ട് വുദൂ ചെയ്യുമ്പോൾ ഈ ഒരു ധാരയിലൂടെ, ഈ ഒരു സുന്നത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോകണം. മുഖം കഴുകുമ്പോൾ നീട്ടി കഴുകണം. ഏതായാലും കഴുകുന്നു, അതൊന്ന് നീട്ടി കഴുകിയാൽ അത് സുന്നത്തു റസൂലില്ലാ, ഹബീബിന്റെ സുന്നത്താ. അല്ലാഹു നമുക്ക് ഉൾക്കൊള്ളാനുള്ള മഹാഭാഗ്യം നൽകട്ടെ. ജീവിതത്തിന്റെ ഭാഗമാക്കാൻ അല്ലാഹു നമ്മളെ സഹായിക്കട്ടെ. നബി എങ്ങനെയാ ചെയ്തത് അതായിരിക്കണം എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നതിന്റെ മറുപടി. നബി തങ്ങൾ എങ്ങനെയാ ജീവിച്ചത്, ആ ജീവിതമാണ് നമ്മൾ ജീവിക്കേണ്ടത്. സൂറത്തുൻ നിസാഇന്റെ 64 അല്ലാഹു പറഞ്ഞു, വമാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ ലിയുതാഅ ബിഇദ്നില്ലാഹ്. ഒരു റസൂലിനെയും നമ്മൾ അയച്ചിട്ടില്ല ആ റസൂലിനെ ശരിക്കും അനുസരിക്കപ്പെടാനല്ലാതെ. എന്ന് പറഞ്ഞാൽ നബി തങ്ങളെ ഓരോ വിഷയത്തിലും നമ്മൾ അനുസരിച്ചോളണം എന്ന് ഖുർആൻ പറയുന്നു. അതുകൊണ്ട് വുദു ആയാലും നടത്തമായാലും ഇരുത്തമായാലും ഹബീബ് അത്രയും കൃത്യതയോടെ നമുക്ക് പഠിപ്പിച്ചു തന്ന നബിയാണ്. അല്ലാഹുവേ, പിന്തുടരാനുള്ള ഭാഗ്യം നൽകണേ റഹ്മാനേ. നമ്മുടെ ശരീരത്തിൽ 360 കെണുപ്പുകളുണ്ട് എന്ന് 1400 കൊല്ലങ്ങൾക്കപ്പുറം ലോകത്തോട് വിളിച്ചു പറഞ്ഞ പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ ശരീരത്തിൽ 360 കെണുപ്പുകൾ ഉണ്ടെന്ന് ഹദീസിൽ കാണാം. ആര് പറഞ്ഞു? ഒരു പുരോഗതിയും ഇല്ലാത്ത 6-ാം നൂറ്റാണ്ട്, ചില ചാനൽ ചർച്ചകളിലൊക്കെ പറയുന്നത് പോലെ ആ ഒരു 6-ാം നൂറ്റാണ്ട് എന്ന് പറഞ്ഞ് നിസ്സാരമായി കാണുന്നില്ലേ? ആ കാലഘട്ടത്തിൽ അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, നിങ്ങൾ 2 റക്അത്ത് രാവിലെ ദുഹാ നിസ്കരിക്കണം. മനുഷ്യന്റെ ശരീരത്തിലെ 360 സന്ധികൾക്ക് അല്ലാഹു തന്ന ആരോഗ്യത്തിന് മാത്രം അനുഗ്രഹമാണ് നിങ്ങളുടെ 2 റക്അത്ത് ദുഹാ നിസ്കാരമെന്ന് ഖാല റസൂലുള്ളാഹി. ദുഹാ നിസ്കാരത്തിന്റെ പവിത്രത പറയുന്നിടത്ത് തങ്ങൾ പറയാണ്, മനുഷ്യന് അല്ലാഹു 360 കെണുപ്പുകൾ കൊടുത്തിട്ടുണ്ട് ശരീരത്തിൽ. ആ കെണുപ്പുകൾ എങ്ങാനും വർക്ക് ചെയ്യാതെ നിന്നാൽ, ഉദാഹരണം എൻ്റെ ഈ വിരലിൽ കാണുന്ന കെണുപ്പുകൾ, മഫ്സലുകൾ വർക്ക് ചെയ്യാതെ വന്നാൽ ഞാൻ കുടുങ്ങി. എൻ്റെ കൈകൾ മടങ്ങാതെ വന്നാൽ എൻ്റെ ആരോഗ്യസ്ഥിതി അപകടത്തിലാകും. അതുകൊണ്ട് ഒരാൾക്ക് രാവിലെ ഉണരുമ്പോൾ 360 സന്ധികളും ക്ലിയർ ആയാൽ അത് മഹാഭാഗ്യമാണ്. നിങ്ങൾ തിരിച്ചു ചെയ്യേണ്ടത് കേവലം 2 റക്അത്ത് നിസ്കാരമെന്ന് ഖാല റസൂലുള്ളാഹി. എന്നാൽ ഇപ്പോൾ 50, 70, 80 വർഷങ്ങൾക്ക് അപ്പുറത്താണ് മനുഷ്യൻ ആലോചിച്ച് എത്തിയത് എത്ര സന്ധികളുണ്ട് എന്നുള്ളത്. ശരീരത്തിന്റെ അരക്ക് താഴെ എത്ര സന്ധികളുണ്ട്, അരക്ക് മേലേക്ക് എത്ര സന്ധികളുണ്ട് കണക്ക് കിട്ടുന്നത് മനുഷ്യൻ എത്രയോ കാലം കഴിഞ്ഞിട്ടാണ്. എന്നാൽ അതിൻ്റെയൊക്കെ മുമ്പ് തന്നെ മനുഷ്യന്റെ അസ്ഥികളിൽ കാണുന്ന ആ പ്രത്യേക കെണുപ്പുകൾ പോലും തൻ്റെ വായിലൂടെ ലോകത്തോട് പഠിപ്പിച്ചു മുഹമ്മദ് മുസ്തഫ. മറ്റൊരു കാര്യം നിങ്ങൾ നോക്കി, ഇന്നിപ്പോൾ എല്ലാ ഡോക്ടർമാരും പറയുന്നത് നിങ്ങൾ 1/2 മണിക്കൂർ നടക്കണം. 1/2 മണിക്കൂർ എല്ലാവരും നടക്കണം. നടത്തമില്ലാത്തതാണ് പ്രശ്നം. അതുപോലെ നിത്യ ജീവിതത്തിലെ നമ്മുടെ ജീവിത ശൈലി രോഗങ്ങൾക്ക് പ്രധാന കാരണമായി അവർ പറയും നടത്തില്ലായ്മയാണ്. എന്നാൽ അവിടെ നമുക്ക് ഇമാം അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്തൊരു ഹദീസ് കാണാം. ഹബീബ് പറയുന്നു, പള്ളിയിലേക്ക് നടന്നു പോകുന്ന ആളുകളെ കുറിച്ച് അവിടുന്ന് പറയുന്നു, സ്വഹാബാ, നിങ്ങളിൽ ഏറ്റവും ഗുണമേൽമ ഉള്ള ആളുകൾ നിങ്ങളിൽ കൂടുതൽ പള്ളിയിലേക്ക് നടന്നുകൊണ്ട് വരുന്നവരാണ് കൂടുതൽ പ്രതിഫലമുള്ളവരെന്ന് ഖാല റസൂലുള്ളാഹി. പള്ളിയിലേക്ക് കൂടുതൽ നടന്നു പോകുന്നവരാണ് ഭാഗ്യശാലികൾ. എന്താണ് ഈ പറയുന്നത്? എന്താ തങ്ങൾ ഈ പറയുന്നത്? പള്ളിയിലേക്ക് കൂടുതൽ, അതായത് ഇപ്പോൾ ഒരാൾക്ക് ഒരു 10 മിനിറ്റ് നടന്നാലെത്തും, ഒരാൾക്ക് 18 മിനിറ്റ് നടന്നാലെത്തും. അതാണ് പള്ളിയുമായുള്ള അയാളെ ദൂരം. ഇവിടെ കൂലി ആർക്കാ കൂടുതൽ? 18 മിനിറ്റുള്ള ആളുകൾക്കാണ് കൂടുതൽ. എന്ന് പറഞ്ഞാൽ പള്ളിയിലേക്ക് സമയമെടുത്ത് നടത്തിക്കുകയാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്.
തൻ്റെ ഉമ്മത്തിനോട് പള്ളിയിലേക്ക് നടന്നു വരുമ്പോൾ കൂലി കൂടുതൽ കിട്ടുമെന്ന് പറഞ്ഞ് തൻ്റെ മക്കളുടെ തൻ്റെ ഉമ്മത്തിൻ്റെ ആരോഗ്യരംഗത്ത് കൃത്യമായ ചുവടുവെപ്പ് നടത്തിയ ലോകത്തെ ഏറ്റവും വലിയ തന്നെ ആരോഗ്യ വിദഗ്ധനാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾക്ക് തൻ്റെ വീട്ടിൽ നിന്ന് 3 മിനിറ്റ് നടക്കണം പള്ളിയിലെത്താനെങ്കിൽ, പള്ളിയിലേക്ക് 3, തിരിച്ചു പോകാൻ അദ്ദേഹത്തിനൊരു 3, 5 നേരം പള്ളിയിൽ അയാൾ വരുമെങ്കിൽ 5 × 6 30 മിനിറ്റ് അയാൾക്ക് കിട്ടും. ഇന്ന് ശാസ്ത്രം എത്തിയിരിക്കുന്നത് അരമണിക്കൂറിലാണ്. അത് നേരത്തെ പഠിപ്പിച്ചിട്ടുണ്ട് എൻ്റെ നബി മുഹമ്മദ് മുസ്തഫ. പള്ളിയിലേക്ക് നിങ്ങൾ 1 മിനിറ്റ് കൂടുതൽ നടന്നാൽ അത് കൂലിയാണെന്ന് പറഞ്ഞ് തന്റെ സമുദായത്തോട് നടക്കാൻ പഠിപ്പിച്ചു, നടന്നോളണമെന്ന് പഠിപ്പിച്ചു നമ്മുടെ നബി. പക്ഷെ നമ്മൾ അങ്ങോട്ട് എത്തിയില്ല. ഇപ്പോഴാണ് ആരോഗ്യരംഗത്ത് വിദഗ്ധർ പറഞ്ഞു നമ്മോട് നടക്കാൻ. ഡോക്ടർ പറഞ്ഞു 40, ചിലവർ പറഞ്ഞു 20. ഏതായാലും അരമണിക്കൂറിൽ ഇത്തിഫാക്കാണ്. എല്ലാവരും പറയുന്നു അരമണിക്കൂറെങ്കിലും നന്നായി ഒന്ന് നടന്നാൽ അത് തന്നെ മതി. ഇപ്പൊ നാളൊരു വേറെ ഡോക്ടർ പറഞ്ഞു, അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ നിങ്ങൾ അപ്പറഞ്ഞ നടത്തൊന്നും വേണ്ട, ഒന്ന് നടന്നാൽ മതി, ഒന്ന് നടന്നാൽ മതി. അവിടെയും നബിതങ്ങൾ തിളങ്ങി നിൽക്കുകയാണ്. ഇതാണ് അറിവുള്ളവരൊക്കെ പറഞ്ഞത്, നബിയെ നിങ്ങൾ ആരാണ് നബിയെ? ഒരു ഭാഗത്തൂടെ നിങ്ങളെ നോക്കുമ്പോൾ നിങ്ങളൊരു അസ്ഥിരോഗ വിദഗ്ധനാണ്, നിങ്ങൾക്ക് കെണുപ്പുകളുടെ എണ്ണം വരെ അറിയാം. നിങ്ങളൊരു ഭാഗത്തൂടെ നോക്കുമ്പോൾ നിങ്ങളൊരു ആരോഗ്യ വിദഗ്ധനാണ്. കാരണം ആരോഗ്യത്തിന്റെ വിഷയത്തിൽ നടത്തത്തിന്റെ പ്രാധാന്യം ആ കാലഘട്ടത്തിൽ തന്റെ ഉമ്മത്തിനോട് ഉണർത്തിയ നബിയാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ നബിയെ നമ്മളിങ്ങനെ പഠിക്കാൻ നിന്നാൽ ഒരുപാട് കാണാം. അതുകൊണ്ട് റബീഉൽ അവ്വൽ മാസം വരുമ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നമ്മൾ ഇതര സമുദായത്തിന്റെ ഇടയിൽ ഏറ്റവും തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. മുസ്ലിമുകൾ എന്നാൽ അവർ ടെററിസ്റ്റുകളാണ്, ഭീകരവാദികളാണെന്നൊരു കൂട്ടര്, മുഹമ്മദ് നബി എന്നത് വാളുകൊണ്ട് ഇസ്ലാം പടർത്തിയ ആളാണെന്ന് വേറൊരു കൂട്ടര്, ഇസ്ലാം എന്നാൽ അബദ്ധമാണ്, അപകടമാണെന്ന് പറഞ്ഞുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന കാലത്ത് ഈ നേതാവിനെ കുറിച്ച് പറയൽ നമ്മുടെ ബാധ്യതയാണെന്ന് ഓർക്കണം. അതിനുവേണ്ടി സദസ്സുകൾ വിജയിപ്പിക്കൽ നമ്മുടെ ബാധ്യതയാണ്. പ്രവാചകൻ ഒരേ സമയത്ത് മനുഷ്യ സ്നേഹിയാണ്, എന്നാൽ അതേ സമയത്ത് പ്രകൃതിയെ സ്നേഹിച്ച ആളാണ് മുഹമ്മദ് മുസ്തഫ. ഈ ലോകത്ത് മരങ്ങൾ നടുന്നതിന്, മരങ്ങൾ പരിപാലിപ്പിക്കപ്പെടുന്നതിന്, ഈ ഭൂമിയിൽ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നതിന് അള്ളാഹുവിന്റെ റസൂലിന്റെ അധ്യാപനങ്ങൾ ഒന്ന് നോക്കുക നിങ്ങൾ. ഇൻഷാ അല്ലാഹ് ഈ റബീഉൽ അവ്വലിൽ നമ്മുടെ മദ്രസക്ക് വേണമെങ്കിൽ ഒരു തീരുമാനമെടുക്കാം. നബിദിനം പ്രമാണിച്ച് നമ്മൾ 4 വൃക്ഷത്തൈകൾ സ്ഥാപിക്കുന്നു, കുഴിച്ചിടുന്നു, തുടക്കം കുറിക്കുന്നു. അതൊരു നല്ല കാര്യമാണ്. കാരണം പ്രവാചകൻ കേവലം നിസ്കാരം നോമ്പും മാത്രം പറഞ്ഞ ആളല്ല. ഈ ലോകത്ത് പ്രകൃതിയോട് ഇടങ്ങി നിൽക്കുന്ന സമീപനങ്ങളുള്ള ആളാണ്. ഞാൻ ചില ഉദാഹരണങ്ങളിലേക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇമാമിയങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, 1, പരിശുദ്ധമായ ഈ ഭൂമിയുടെ പ്രകൃതിയെ ഒരിക്കലും ചൂഷണം ചെയ്യരുതെന്ന് നബിതങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. വലാ തുഫ്സിദൂ ഫിൽ അർളി ബഅദ ഇസ്ലാഹിഹാ. സൂറത്തുൽ അഅറാഫിന്റെ 56 പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചു. അള്ളാഹുവിന്റെ വചനങ്ങൾ വെച്ച് നമ്മോട് പറഞ്ഞു, ഭൂമിയെ നിങ്ങൾ ഫിത്നയാക്കരുത്, ഫസാദാക്കരുത്. നിങ്ങൾ കഴിഞ്ഞാൽ ഇനി ഒരു കൂട്ടർ ഇവിടെ ജീവിക്കണം, അതിന് പര്യാപ്തമായ രീതിയിലാകണം ഭൂമിയെ നിങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ടത്. നബിതങ്ങൾ പഠിപ്പിക്കുന്ന മറ്റൊരു കാര്യം നോക്ക് നിങ്ങൾ, ഒരു കാരണവുമില്ലാതെ ഫലവൃക്ഷങ്ങൾ വെട്ടി നശിപ്പിക്കരുതെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുന്നു, ലാ തഖ്തഉ നഖലൻ വലാ ശജറാ. വൃക്ഷങ്ങളെ, ഫലവൃക്ഷങ്ങളെ നിങ്ങൾ വെട്ടിമുറിക്കരുത്. നല്ല പഴം തരുന്ന കായ് കനികളുള്ള മരമാണ്, അത് വെട്ടാൻ പാടില്ലെന്ന് പറഞ്ഞ് പ്രകൃതിയെ സ്നേഹിപ്പിക്കുകയാണ് മുഹമ്മദ് റസൂലുള്ളാഹ്. വെട്ടാൻ സുഖമാണ്, ഒരു മരം അതുപോലെ വളർന്നു വരാനാണ് പണി. അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ ആവശ്യമില്ലാതെ ഫലവൃക്ഷങ്ങൾ വെട്ടി നശിപ്പിക്കരുത്. അങ്ങനെ ആരെങ്കിലും ചെയ്താൽ അവർക്ക് കണിശമായ ശിക്ഷ അല്ലാഹു നൽകുമെന്ന് പ്രവാചകൻ മറ്റൊരു ഹദീസിലൂടെ പഠിപ്പിച്ചു. മൻ ഖതഅ സിദ്റതൻ സവ്വബല്ലാഹു റഅസഹു ഫിന്നാർ.
ആരെങ്കിലും മരം അകാരണമായി മുറിച്ചാൽ അയാളെ തല അല്ലാഹു തആല നരകത്തിലിടുക തന്നെ ചെയ്യും എന്ന് പഠിപ്പിച്ചുകൊണ്ട് നബിതങ്ങൾ മരം മുറിക്കാൻ പാടില്ലെന്ന് പഠിപ്പിച്ചതിന്റെ ശിക്ഷ വിവരിക്കുകയാണ്. ഈ മറ്റൊരു ഹദീസ് കാണാം, ലോകം മുഴുവനായിട്ടും നശിക്കാൻ പോവുകയാണെങ്കിലും നിങ്ങൾ ആ സമയത്തെങ്കിലും ഒരു വൃക്ഷം നടാൻ പറ്റുമെങ്കിൽ നടണമെന്ന് ഖാല റസൂലുള്ളാഹി. ഏത് ലോകം മുഴുവൻ നശിക്കാൻ പോവാണ്, ഖിയാമത്ത് നാളിന്റെ മുഖത്താണ്, അപ്പോഴാണെങ്കിലും പറ്റുമെങ്കിൽ ഒരു ചെടി കുഴിച്ചിടണം എന്ന് പഠിപ്പിച്ചുകൊണ്ട് ലോകത്ത് പ്രകൃതിയെ സ്നേഹിക്കാൻ പഠിപ്പിച്ചു. ലോകം കണ്ട ഏറ്റവും വലിയ പ്രകൃതി സ്നേഹിയാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. തങ്ങൾ പറയും, പറ്റുമെങ്കിൽ അപ്പോഴേക്കൊരു ചെടിയെങ്കിലും നിങ്ങൾ നടണം. ലോകം നശിക്കുന്നു നിങ്ങൾ നോക്കണ്ട, നിങ്ങൾ ചെടി കുഴിച്ചിടണമെന്ന് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. ഇനി നിങ്ങൾ നോക്കൊരു മരണപ്പെട്ട വ്യക്തിയുടെ ശരീരം ഖബറിൽ മറമാടിയാൽ ഖബറിന്റെ മുമ്പിൽ പച്ചപ്പുണ്ടാകാൻ പഠിപ്പിച്ചു മുഹമ്മദ് മുസ്തഫ. പാപ്പന്റെ മയ്യത്ത് അവിടെ കിടക്കുകയാണെങ്കിലും അവിടെ ഒരു ചെടി പിടിപ്പിച്ചുകൊണ്ട് ആ ഖബറാളിക്ക് അതിന്റെ കൊണ്ട് ഗുണമുണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്ത് പ്രകൃതിയുടെ വൃക്ഷത്തൈകളെ കുടിപ്പതെ വെച്ച് പിടിപ്പിച്ചുകൊണ്ട് ഇവിടെ ഒരു സന്തുലിതാവസ്ഥ നിലനിർത്താൻ വേണ്ടി നമ്മോട് പഠിപ്പിക്കുന്നു തിരുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തന്റെ അനുയായികൾപ്പെട്ട ഒരാൾ മരിച്ചാൽ ഖബറും പുറത്ത് ചെടി വെക്കണമെന്ന് പഠിപ്പിക്കുകയാണ്. ഇങ്ങനൊരു നേതാവിന് എവിടുന്ന് കിട്ടും? അതാണ് വലിയ വിഷയം. ഇങ്ങനൊരാൾ ആർക്കും കാണിക്കാനില്ല. എല്ലാ വിഷയങ്ങളിലും തങ്ങൾ നമുക്ക് മാതൃകയാണ്. നബി തങ്ങൾ പഠിപ്പിക്കുന്നത് കാണാം. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നു, ഇന്നി മറർതു ബി ഖബറൈനി യുഅദ്ദബാൻ. ഞാനതാ രണ്ട് ഖബറിന്റെ അടുത്തൂടെ നടന്നുപോയി. ഞാൻ നടന്നു, അപ്പൊ നബി തങ്ങൾ പറയുന്ന ഖബറാളികൾ രണ്ടും ശിക്ഷിക്കപ്പെടുന്നുണ്ട്. ഫഅഹ്ബബ്തു ബി ശഫാഅതി അൻ യർഫഅഹു അൻഹുമാ മദാമൽ ഖുസ്നാനി റതുബൈനി. രണ്ട് മരക്കഷ്ണങ്ങൾ, ഒരു ഈത്തപ്പന കഷ്ണമെടുത്തത് കട്ട് ചെയ്തു, അത് ഖബറും പുറത്ത് കുട്ടിയിട്ട് തങ്ങൾ പറയാ, ഇത് ഇവിടെയുള്ള പച്ചയായിരിക്കുന്ന കാലത്തോളം ഖബറാളിക്ക് അതിന്റെ ഗുണം കിട്ടുമെന്ന് ഖാല റസൂലുള്ളാഹി. കണ്ടോ നിങ്ങൾ, ഒരു ഖബറിന്റെ ഏരിയ പോലും ഒഴിവാക്കാതെ അവിടെ പച്ച പിടിപ്പിക്കുകയാണ് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. ഇനി നിങ്ങൾ നോക്ക്, വൃക്ഷം നടുക എന്നത് വലിയ പുണ്യകർമ്മവും സ്വതക്കയുടെ പ്രതിഫലം ലഭിക്കുമെന്ന് വേറെ ഹദീസിൽ കാണാം. പോക്കറ്റിൽ നിന്ന് പൈസ കൊടുത്തെടുക്കല് മാത്രമല്ല സ്വതക്ക, ചെടി കുഴിച്ചിട്ടാൽ അതും സ്വതക്കയാണ്. അതുകൊണ്ട് വീടുകളിലൊക്കെ ചെടി സ്ത്രീകൾക്കൊരു ഭയങ്കര ഹരമാണ്. അവർ നിയ്യത്ത് ചെയ്താൽ അവർക്കും കൂലി കിട്ടും. പ്രവാചകരുടെ സുന്നത്തിന് വേണ്ടി ഞാൻ എൻ്റെ വീട്ടുമുറ്റത്ത് ഒരു ചെടി നടുന്നു എന്ന് കരുതിയാൽ സുന്നത്തിന്റെ പ്രതിഫലമുണ്ടാകും. ആ ഒരു ചെടി അവിടെ നിലനിൽക്കും കാലം ആ ഉമ്മാക്കത് ഗുണമാണ്. നിങ്ങൾക്കതിന്റെ പ്രതിഫലം അല്ലാഹു തന്നുകൊണ്ടേയിരിക്കും. നബി തങ്ങൾ പറഞ്ഞ വാക്ക് നോക്കൂ നിങ്ങൾ, മാമിൻ മുസ്ലിമിൻ യഗ്രിസു ഖർസൻ ഇല്ലാ കാനമാ ഉകില മിൻഹു ലഹു സദഖ. ഒരാളൊരു വാഴ നട്ടു, കുറച്ച് കഴിഞ്ഞപ്പോൾ അതിൽ വാഴപ്പഴമുണ്ടായി. അയാൾക്ക് എന്തോ ശ്രദ്ധയിൽപ്പെട്ടില്ല, അദ്ദേഹത്തിന്റെ വാഴപ്പഴയിൽ അതിലുണ്ടായ വാഴക്കുലയിൽ നിന്ന് ഏതോ 4 കിളികളാണ് ഭക്ഷിച്ചത്. ആ കിളികൾ കഴിച്ചതിനും അയാൾക്ക് സ്വതക്കയുടെ കൂലിയുണ്ടെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു പ്രകൃതി സ്നേഹിയെ വേറെ ഒരു പ്രസ്ഥാനത്തിലും നമുക്ക് കാണാനില്ല. എല്ലാവരും സ്വലാത്തുൽ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ നബിയെക്കുറിച്ച് പരിശുദ്ധമായ റബീഉൽ അവ്വൽ വന്നാൽ നാടൊട്ടുക്കും മുസ്ലിമീങ്ങളുടെ കാലങ്ങളായുള്ള സ്വഭാവമാണത്രേ നബിയുടെ മദ്ഹ് ഓതുക എന്നുള്ളത്. നമുക്ക് റബീഉൽ അവ്വൽ ആയാൽ മങ്കൂസ് മൗലിദ് നമ്മൾ ഓതാറുണ്ട്. ഈ മങ്കൂസ് മൗലിദ് എന്നത് 5ാം മുജദ്ദിദായി അറിയപ്പെട്ട
ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹാമിദിൻ അൽ ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ സുബ്ഹാന മൗലിദ് എന്ന വലിയ മൗലിദ് ഉണ്ടായിരുന്നു. ഈ മൗലിദിനെ ബഹുമാനപ്പെട്ട മഖ്ദൂം റളിയല്ലാഹു അൻഹു ചുരുക്കിയിട്ട് നമുക്ക് നൽകിയത് കൊണ്ടാണ് അതിന്റെ പേര് മങ്കൂസ് മൗലിദ് ആയത്. മങ്കൂസ് എന്ന് പറഞ്ഞാൽ ചുരുക്കപ്പെട്ടത് എന്നാണ് അർത്ഥം. ചില ആളുകൾ അതും ചുരുക്കി ഓതുന്ന ചില സാധുക്കളുണ്ട്. മഖ്ദൂം റളിയല്ലാഹു അൻഹു തന്നെ ആ മൗലിദ് ചുരുക്കിയിട്ടാണ് എഴുതിയത്. എന്നാൽ തന്നെ മൗലിദ് ഓതുന്ന സമയത്ത് ഒന്നോ രണ്ടോ ഹദീസ് മങ്കൂസായിട്ട് ഓതി ചുരുക്കി ആ മഖ്ദൂം ചുരുക്കിയതിനെ പിന്നെയും ചുരുക്കുന്ന ചിലരെ കാണാം. അദബ് മങ്കൂസ് മൗലിദ് ഓതുമ്പോൾ മുഴുവനായിട്ട് ഓതലാണ്. കാരണം അതതിന്റെ രൂപം തന്നെ അങ്ങനെ വളരെ ചെറുതാണത്. അത് ശ്രദ്ധിക്കണമെന്ന ഇടയിൽ ഓർമ്മപ്പെടുത്തുകയാണ്. എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതാണ്. നമ്മുടെ അദബ് അതാണ്. നേരെ മറിച്ച് ഒന്നിനും സമയമില്ലെങ്കിൽ വേറെ ഹദീസ് ഓതാം, വേറെ മൗലിദുകൾ ഉപയോഗപ്പെടുത്താം. ഈ മാസം വന്നാൽ മൗലിദ് ഓതൽ ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹിമഹുല്ല പവിത്രമായ ലൈലത്തുൽ റബീഉൽ ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ അസ്ഖലാനി തങ്ങൾ തന്റെ അൽ മവാഹിബുൽ ലദുന്നിയയിൽ ഓർമ്മപ്പെടുത്തുന്നത് കാണാം. വലാ സാല അഹ്ലുൽ ഇസ്ലാം യഹ്തഫിലൂന ബിശഹരി മൗലിദിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിതങ്ങളുടെ ജന്മദിന മാസം വന്നാൽ ഇസ്ലാമിലെ മുഴുവൻ ആളുകളും മുസൽമാനായ എല്ലാവരും അവർ പ്രത്യേകം സദസ്സുകൾ സംഘടിപ്പിക്കും. വയഅമലൂനൽ വലായിം, അവർ നല്ല സദ്യകൾ ഉണ്ടാക്കും, ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കും. വയതസദ്ദഖൂന ഫീ ലയാലിഹി ബി അൻവാഇ സ്വദഖാത്ത്, വ്യത്യസ്തങ്ങളായ സ്വദഖകൾ അന്നത്തെ ഓരോ രാത്രികളിലും അവർ നൽകും. ചിലർ പായസ വിതരണം ചെയ്യും, വേറെ ചിലർ അരി വിതരണം ചെയ്യും. അങ്ങനെ ദാനധർമ്മങ്ങളിൽ അവർ സുഖലാകും. വയുദ്ഹിറൂന സുറൂർ, അവർ മുഴുവനും റബീഉൽ അവ്വലായാൽ സന്തോഷം പ്രകടിപ്പിക്കുകയാണ്. വയസീദൂന ഫിൽ മബറാത്ത്, എല്ലാ നന്മകളും അവർ വർദ്ധിപ്പിക്കും. വയഅ്തനൂന ബിഖിറാഅത്തി മൗലിദിഹിൽ കരീം, അല്ലാഹുവിന്റെ റസൂലിന്റെ മൗലിദ് പരിശുദ്ധമായ ലൈലി പറയപ്പെട്ട മീലാദിന്റെ ഓരോ രാത്രികളിലും അവർ നടത്തുന്നതാണ്. വയൽഹറു അലൈഹിം മിൻ ബറകാതിഹി കുല്ലു ഫളിൻ അമീം, എല്ലാ ബറക്കത്തുകളും അതുകൊണ്ട് ആ രാജ്യത്ത്, ആ നാട്ടില്, ആ വീട്ടില്, മഹല്ലത്തില് അതുകൊണ്ട് ലഭ്യമാകുന്നു. മഹാനായ ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്. അതുകൊണ്ട് തന്നെ മൗലിദിന്റെ സദസ്സ് ഈ മാസത്തിൽ സജീവമാക്കണം. അള്ളാഹുവിന്റെ റസൂലിന്റെ മഹത്വം ജന്മസമയത്തുള്ള കാര്യങ്ങൾ കൂടുതൽ പ്രതിപാദിക്കുന്നത് കൊണ്ടാണ് ഇതിന് മൗലിദ് എന്ന് പറയുന്നത്. മൗലൂദ് എന്ന് ചിലർ പറയും, നല്ലത് മൗലിദ് എന്ന് പറയലാണ്. നബി തങ്ങളുടെ ജന്മസമയത്തുണ്ടായ അനുഭവങ്ങൾ. വലദത്തുഹും മഖ്തൂനം വമക്ഹൂലൻ കമാ ഖദ് ജാഅ ഫിൽ ഖബരി സ്വഹീഹിൽ മുസ്നദൂ. അല്ലാഹുവിന്റെ റസൂലിന്റെ ജന്മസമയത്തുള്ള അത്ഭുതങ്ങൾ പറയുന്നത് കൊണ്ടാണ് ഇതിന് മൗലിദ് എന്ന് വിളിക്കുന്നത്. ഇത്തരം മൗലിദിന്റെ സദസ്സുകൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, എത്ര പേര് ഈ വർഷത്തെ റബീഉൽ അവ്വൽ ഇത്രയും ദിവസമായല്ലോ വീട്ടിൽ മൗലിദ് ഓതി എന്നുള്ളത് പരിശോധിക്കണം. വീട്ടിൽ മൗലിദ് ഓതുമ്പോൾ ഉണ്ടാകുന്ന നേട്ടങ്ങളെ നമുക്കൊന്ന് പഠിക്കാം. മഹാനായ സുൽത്താനുൽ ആരിഫീൻ ജലാലുദ്ദീൻ സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി മഹാൻ പറയാൻ, മാമിൻ ബൈത്തിൻ ഔ മസ്ജിദിൻ ഔ മഹൽ, മാമിൻ ബൈത്തിൻ ഔ മസ്ജിദിൻ ഔ മഹല്ല ഖുരിഅ ഫീഹി മൗലിദുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനവറുകൾ പറയാണ്, ഒരു പള്ളി, ഒരു വീട് അല്ലെങ്കിൽ ഒരു മഹല്ലത്ത്, അവിടെ അള്ളാഹുവിന്റെ റസൂലിന്റെ മൗലിദ് പാരായണം ചെയ്യപ്പെട്ടാൽ ഹഫത്തിൽ മലായികത്തു ബി അഹ്ലി ദാലിക്കൽ മകാൻ, ആ നാട്ടുകാരിൽ, ആ പള്ളിയിൽ കൂടിയവരിൽ, ആ മജ്ലിസിൽ അള്ളാഹുവിന്റെ മലക്കുകൾ അവരെ പൊതിയുന്നു. വഅമ്മഹുമുല്ലാഹു ബിർറഹ്മ, അള്ളാഹു അവർക്ക് മുഴുവനും കരുണ ചൊരിയുന്നതാണ്. ഇതുകൊണ്ടാണ് നമ്മുടെ മുൻഗാമികൾ മൗലിദിനെ ഒരു കൃത്യതയോടുകൂടെ അവരവരുടെ ഓരോ വീട്ടിലും നാട്ടിലും നടത്തി വന്നത്. ഇവിടെ വന്നപ്പോൾ വളരെ സന്തോഷമായി. മൗലിദോടുകൂടെയാണ് മജ്ലിസ് തുടങ്ങുന്നത് എന്നാണ് അറിയാൻ പറ്റിയത്. മാഷാ അല്ലാഹ്, മൗലിദ് ഒരു ചെറിയ സംഭവമല്ല. ഇനി ഞാൻ ഓർമ്മപ്പെടുത്താണ്, പറ്റുന്നവരൊക്കെ, ചിലപ്പോൾ എല്ലാവർക്കും ഒന്നും മജ്ലിസ് സംഘടിപ്പിക്കാൻ കഴിയില്ല. ഒരു 10-100 ആളെ കൂട്ടിയിട്ട് ഒരു മൗലിദ് നടത്താനുള്ള സാമ്പത്തികം ഇല്ലാത്തവർക്ക് നല്ലൊരു പരിപാടി എന്താണ്? പരമാവധി മൗലിദിന്റെ സദസ്സുകളിൽ പങ്കെടുക്കുക.
അപ്പൊ ഉസ്താദ് എന്നെ ക്ഷണിച്ചില്ലെങ്കിലോ? ക്ഷണിക്കണമെന്നില്ല, മൗലിദിന് ക്ഷണിക്കണമെന്നില്ല. ഭക്ഷണം കഴിക്കണമെങ്കിൽ ക്ഷണിക്കണം. കാരണം അതങ്ങനെയാണല്ലോ. ഒരാൾ ഭക്ഷണം തയ്യാറാക്കി 20 പേർക്കാണ്. അങ്ങനെ ആഹാരം വിളമ്പാൻ നേരത്തെ എല്ലാവരും കൂടെ അള്ളാഹുവിന്റെ റസൂലിന്റെ മൗലിദാണ് എന്നും പറഞ്ഞിരുന്നാൽ അയാൾക്ക് വിഷമമാകും. ഭക്ഷണം കഴിക്കണമെങ്കിൽ ക്ഷണിക്കണം. അല്ലാതെ മൗലിദിന് തന്നെ ക്ഷണിച്ചോ ഇല്ലേ നോക്കേണ്ടതില്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ സദസ്സിലേക്ക് ഒരാൾ പുറപ്പെടുന്നുവെങ്കിൽ അത് സ്വർഗം ലഭിക്കാൻ കാരണമാണെന്ന് മഹാനായ സരിയുസ് സഖ്തി റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം. മൻ ഖസദ മൗദിഅൻ യുഖറഉ ഫീഹി മൗലിദുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ മൗലിദ് ഓതപ്പെടുന്ന ഒരു സ്ഥലത്തേക്ക് ഒരാൾ ലക്ഷ്യമിട്ടിറങ്ങിയാൽ ഫഖദ് ഖസദ റൗളത്തൻ മിൻ റിയാദിൽ ജന്ന ലിഅന്നഹു മാ ഖസദ ദാലിക്കൽ മൗദിഅ ഇല്ലാ ലിമഹബ്ബത്തിർ റസൂൽ. ആ മനുഷ്യൻ അങ്ങോട്ട് പോകുന്നത് അള്ളാഹുവിന്റെ റസൂലിനോടുള്ള മഹബത്തിന് വേണ്ടിയാണല്ലോ. അപ്പൊ നബിതങ്ങളെ മഹബത്ത് വെച്ചാൽ നബിതങ്ങളെ കൂടെ സ്വർഗത്തിലാണല്ലോ. അതുകൊണ്ടൊരു മൗലിദിന്റെ സദസ്സിലേക്ക് ഒരാൾ പുറപ്പെട്ടാൽ അയാൾ സ്വർഗത്തിലേക്കാണ് പോകുന്നതെന്ന് മഹാനായ സരിയുസ് സഖ്തി റഹിമഹുല്ലാഹ്. പരമാവധി സദസ്സുകളിൽ പങ്കെടുക്കുക. മൗലിദ് ഉണ്ട് എന്ന് ഉസ്താദ് അനൗൺസ് ചെയ്ത് അവിടുന്ന് പോവാണ്ടിരിക്കുക. അത് കഴിഞ്ഞിട്ടാണ് അറിഞ്ഞത് നമ്മുടെ ഇന്ന വീട്ടിൽ ഇന്ന് മൗലിദാണ്, ആ മൗലിദിന്റെ സദസ്സിലും പോകണം. അത് കഴിഞ്ഞ് വേറൊന്ന് കിട്ടും, അതിലും പോകണം. പരമാവധി സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന കർമ്മമാണ് മൗലിദിന്റെ സദസ്സിൽ പങ്കെടുക്കുക. ഇനി ഒരാൾ തന്റെ വീട്ടിൽ മൗലിദ് നടത്തിയാലോ, ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് കാണാം. വമാ മിൻ മുസ്ലിമിൻ ഖറഅ ഫീ ബൈതിഹി മൗലിദൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരാൾ തന്റെ വീട്ടിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ മൗലിദ് ഓതിയാൽ ഇല്ലാ റഫഅല്ലാഹു തആലൽ ഖഹ്ത, അല്ലാഹു ദാരിദ്ര്യം അയാളെ തൊട്ട് ഒഴിവാക്കി കൊടുക്കുന്നതാണ്. അതുകൊണ്ടാണ് നമ്മുടെ പൂർവികർ വീട്ടിൽ കൂടുന്നന്ന് സുബഹിക്കൊരു മൗലിദ് ഓതുന്നത്. വീട്ടിൽ കൂടുന്നന്ന് സുബഹിക്കൊരു മൗലിദ് ഓതും. അത് റബീഉൽ അവ്വൽ ആണെങ്കിലും അല്ലാത്തപ്പോൾ ഒരു മൗലിദ് ഓതിയിട്ടാണ് വീട്ടിൽ താമസിക്കുക. നിസ്കാരം കഴിഞ്ഞാൽ ഫാത്തിഹ വിളിച്ച് മൗലിദ് ഓതും. കാരണം മൗലിദ് ഒരു വീട്ടിൽ ഓതപ്പെട്ടാൽ ഇമാം സുയൂത്തി റഹിമഹുല്ല പറയാണ്, ആ വീട്ടിൽ അല്ലാഹു ദാരിദ്ര്യം ഒഴിവാക്കുന്നതാണ്. വൽ വബാ, പകർച്ച രോഗങ്ങളും അല്ലാഹു മാറ്റിക്കൊടുക്കുന്നതാണ്. വൽ ഹർഖ വൽ വബാ വൽ ഹർഖ വൽ ഗർഖ, തീപിടുത്തം അല്ലാഹു ആ വീടിനെ തൊട്ട് ഉയർത്തിക്കളയും. അതുപോലെ തന്നെ മുങ്ങി മരണം ആ വീട്ടിനെ തൊട്ട് അല്ലാഹു ഉയർത്തിക്കൊടുക്കും. വൽ ആഫാതി വൽ ബലിയാത്, ആപത്തുകൾ വിപത്തുകൾ അല്ലാഹു നീക്കിക്കൊടുക്കുന്നതാണ്. വൽ ബുഗ്ള, ശത്രുദോഷം അല്ലാഹു തആല നീക്കിക്കൊടുക്കും. വിദ്വേഷമുണ്ടാവൽ അല്ലാഹു നീക്കിക്കൊടുക്കും. വൽ ഹസദ, അസൂയാലുക്കളുടെ അസൂയ അല്ലാഹു നീക്കിക്കൊടുക്കും. വഅയ്ന സൂഇ, കണ്ണേറ് അല്ലാഹു നീക്കിക്കൊടുക്കുന്നതാണ്. വല്ലുസൂസ് അൻ അഹ്ലി ദാലിക്കൽ ബൈത്ത്, ആ വീട്ടുകാരനെ തൊട്ട് കള്ളന്റെ ശല്യവും അല്ലാഹു നീക്കിക്കൊടുക്കുന്നതാണ്. ഇതൊക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ പൂർവീകരായ മുഅ്മിനീങ്ങൾ വീടുകളിൽ മൗലിദ് മുടങ്ങാതെ സൂക്ഷിച്ചിരുന്നത്. വെള്ളിയാഴ്ച രാവിലും തിങ്കളാഴ്ച രാവിലും നമ്മളെ ഉപ്പാപ്പമാർ, നമ്മൾ ഈ പൊതുയുഗത്തിലേക്ക് ആളുകൾക്ക് ഇതിന്റെ ഗൗരവം അറിയാത്തത് കൊണ്ടോ മറ്റോ മൗലിദ് കുറവാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് മാറ്റണം. അള്ളാഹു സൗഭാഗ്യം ചെയ്യട്ടെ, ആമീൻ. തിങ്കളാഴ്ച രാവ് വരുമ്പോൾ വെള്ളിയാഴ്ച രാവ് വരുമ്പോൾ ഒരു മൗലിദ് നമ്മൾ ഓതണം. അത് ഏറ്റവും ചുരുങ്ങി ഒരു ഹദീസെങ്കിലും വീട്ടിൽ പാരായണം ചെയ്യണം. ഇന്ന് നമ്മൾ കാണുന്ന വീട്ടിലെ പ്രശ്നങ്ങൾ, ഇന്നിപ്പോ ഉച്ചക്ക് ഒരാൾ പറഞ്ഞു വീട്ടിൽ വാപ്പയും മകനും മകന്റെ ഭാര്യയും തമ്മിൽ ഒക്കുന്നില്ല, ആരും മസലഹത്താക്കിയിട്ടും റെഡിയാവുന്നില്ല. മൂന്നാളും അവരവരെ ഈഗോക്ക് വേണ്ടി വാദിക്കുകയാണ്, ഒരു നിലക്ക് യോജിപ്പില്ല. ഇത് ഏകദേശം വീട്ടിലെയും പ്രശ്നമാണ്. ഇത്തരം വീടുകളിലെ പ്രശ്നങ്ങൾക്ക് മാറ്റം ലഭിക്കണമെങ്കിൽ നമ്മുടെ പൂർവീകരുടെ ശൈലിയായ മൗലിദുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ മൗലിദ് വീട്ടിൽ പാരായണം ചെയ്യുമ്പോൾ
ഇത്തരം പ്രശ്നങ്ങളൊക്കെ നമുക്ക് ആ വീട്ടുന്നത് കാരണം ഒഴിവായി കിട്ടും. തീരുന്നില്ല, മഹാനവറുകൾ പറയുന്നു, ഫൈദാ മാത, മോനെ മൗലിദോതുന്ന ആൾക്ക് മരണം വന്നാൽ ഹവ്വനല്ലാഹു തആല അലൈഹി ജവാബ മുൻകരിൻ വനകീർ. മുൻകർ നകീർ അലൈഹിസ്സലാമിന്റെ ചോദ്യത്തിന് വളരെ സ്ഫുടമായി മറുപടി പറയാൻ അല്ലാഹു നിനക്ക് ഭാഗ്യം തരുന്നതാണ്. മൗലിദുകൾ പാരായണം ചെയ്യുന്ന വീട്ടുകാരന് കിട്ടുന്ന ഗുണമാണ്. തുടർന്ന് അദ്ദേഹം പറയുന്നത്, വകാന ഫീ മഖഅദി സിദ്ഖിൻ ഇൻദ മലീകിൻ മുഖ്തദിർ, മുഖ്തദിറായ റബ്ബിന്റെ അടുക്കൽ അവന് വലിയ സ്ഥാനവും അല്ലാഹു നൽകുന്നതാണ്. അല്ലാഹു നമ്മുടെ വീടുകളിൽ മൗലിദ് പാരായണത്തിനുള്ള മഹാഭാഗ്യം അല്ലാഹു നൽകുമാറാവട്ടെ. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു പറഞ്ഞ വാചകമാണത്. ഇനി നേരത്തെ ഉസ്താദും പറഞ്ഞല്ലോ, കഴിഞ്ഞ പ്രാവശ്യം മൗലിദ് ഓതുമ്പോൾ നമ്മൾ ആശങ്കപ്പെട്ടിരുന്നു, ഇപ്പൊ അതൊക്കെ മാറി, ഒരുപാട് സൗകര്യമുണ്ടായി. അതിനെക്കുറിച്ചും പറയുന്നത് കാണാം. ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമത്തുള്ളാഹി അലൈഹി പറയുന്നു, ഒരു നാട്ടിൽ ഒരു മൗലിദ് നടന്നാൽ അത് അടുത്ത ഒരു വർഷത്തേക്ക് റഹ്മത്തിന്റെ കവാടം തുറക്കപ്പെടുന്നതിന് കാരണമാകും. കാരണം നബി തങ്ങളുടെ മദ്ഹ് പറയുന്നത് അല്ലാഹുവിനേറെ ഇഷ്ടമുള്ള കാര്യമാണ്. അല്ലാഹുവിനേറെ ഇഷ്ടമുള്ള കാര്യമാണ്. വമിൻ മിൻ ഖവാസിഹി അന്നഹു അമാനുൻ ഫീ ദാലിക്കൽ ആം, ഒരു കൊല്ലത്തേക്ക് നിർഭയത്വം അല്ലാഹു നൽകുന്ന അതിപ്രധാനമായ ഒരു കർമ്മമാണത്രേ മൗലിദോദൽ. അല്ലാഹു നമ്മൾക്ക് വീടുകളിലും പള്ളികളിലും നമ്മുടെ സദസ്സുകളിലൊക്കെ പ്രവാചകന്റെ മദ്ഹ് പറയാൻ അല്ലാഹു സൗഭാഗ്യം നൽകുമാറാവട്ടെ. ആമീൻ. ഇവിടെ വന്നപ്പോൾ അറിഞ്ഞു, ഇവിടെ ഇപ്രാവശ്യത്തെ സമാപന മൗലിദിന് സാധാരണത്തിലേറെ വലിയ രീതിയിലാണ് അത്ര ഇപ്രാവശ്യം ചീരണി ഉണ്ടാക്കുന്നത്. അൽഹംദുലില്ലാഹ്, അല്ലാഹു അത് നിറവേറ്റി തരുമാറാവട്ടെ. ഈ ചീരണിക്ക് വല്ല അടിസ്ഥാനവുമുണ്ടോ? അതും മഹാന്മാർ പറയുന്നത് കാണാം. മഹാനായ മഅറൂഫുൽ കർഖി റളിയല്ലാഹു അൻഹു പറയുന്നു, മൗലിദ് ഓതിയാൽ മാത്രം പോരാ, അവിടെ ഭക്ഷണം ഉണ്ടാക്കണം, ആ ഭക്ഷണ വിതരണം നടക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന്റെ വിശദീകരണം നോക്കാം. മഅറൂഫുൽ കർഖി റളിയല്ലാഹു അൻഹു പറയുന്നു, മൻ ഹയ്യ അലി അജ്ലി ഖിറാഅത്തി മൗലിദിർ റസൂലി തുആമാ, ആരെങ്കിലും നബിയുടെ മൗലിദ് ഓതാൻ വേണ്ടി ഭക്ഷണമുണ്ടാക്കി, വജമഅ ഇഖ്വാനൻ, ആളുകളൊക്കെ വിളിച്ചൊരുമിച്ച് കൂട്ടി, വഔഖദ സിറാജാ, അവിടൊക്കെ നല്ല ബൾബുകളും ലൈറ്റുകളും അദ്ദേഹം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്, അത് നന്നായി പ്രകാശിക്കുന്നുമുണ്ട്, വലബിസ ജദീദ, നല്ല ഡ്രസ്സൊക്കെ ധരിച്ചു, വതഅത്തറ വതജമ്മല തഅദീമൻ ലിമൗലിദിഹി, അല്ലാഹുവിന്റെ റസൂലിനോടുള്ള അവിടുത്തെ മഹത്വം, അവിടുത്തെ മജ്ലിസിനോടുള്ള മൗലിദിനോടുള്ള മഹത്വം കാത്തു സൂക്ഷിച്ച് നല്ല ഡ്രസ്സും അത്തറുമൊക്കെ പുരട്ടി അയാൾ സദസ്സിൽ കൂടിയാൽ ഹശറഹുല്ലാഹു തആല യൗമൽ ഖിയാമത്തി മഅൽ ഫിർഖത്തിൽ ഉലാ മിനൻ നബിയ്യീൻ. മഹ്ശറയിൽ 120 വരികളാണ് അത്ര ആളുകൾ ഉണ്ടാവുക. അതിൽ ആദ്യത്തെ വരി അമ്പിയാക്കന്മാരുടെ വരിയാണ്. ആ കൂട്ടത്തിലാണത്രേ മൗലിദ് നടത്തിയവരുണ്ടാവുക. അല്ലാഹു നമ്മളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. മഅറൂഫുൽ കർഖി തങ്ങൾ പറയുന്നു, ഹശറഹുല്ലാഹു തആല യൗമൽ ഖിയാമത്തി മഅൽ ഫിർഖത്തിൽ ഉലാ മിനൻ നബിയ്യീൻ, നബിമാരുടെ കൂടെ ഒരുമിച്ച് കൂടാൻ മൗലിദ് സംഘടിപ്പിക്കുക വഴി സാധ്യമാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായി മൗലിദിന് ചീരണിയോടുകൂടി മൗലിദ് ഓതണം. ചെറിയ മൗലിദുകൾ പരസ്പരം ചില ആളുകളുണ്ട്, അത് 12 നമുക്ക് ആ സുബഹിന്റെ മൗലിദിന് 2 കിലോ അരി കൊടുക്കാം എന്ന് പറയുന്ന സാധുക്കളെ കാണാം, അല്ലെങ്കിൽ ഇറച്ചി കൊടുത്തയക്കാം, അത് മതി എന്ന് പറഞ്ഞ് പരിപാടിയെ ഒന്ന് കളറ് കുറക്കുന്ന ചിലവരെ കാണാം. എന്നാ ഈ പറഞ്ഞ വ്യക്തിയുടെ മകന്റെ കല്യാണത്തിന് അങ്ങനെ അരി ചെറിയ കവറിലാക്കി കൊടുത്താൽ മതിയോ എന്ന് ചോദിച്ചാൽ അത് മൂപ്പർക്ക് പറ്റൂല. മൂപ്പരെ മകളെ കല്യാണത്തിന് എന്നാ പിന്നെ എല്ലാവരും വിളിച്ചിട്ട്, അല്ലെങ്കിൽ വിളിക്കേണ്ട, വീട്ടിലേക്ക് കൊടുത്തയക്കാം ഓരോ കിലോ അരിയും കുറച്ച് മാംസവും എന്ന് പറഞ്ഞാൽ അത് മൂപ്പർക്ക് പറ്റൂല. നബിദിനത്തിന്റെ പരിപാടിക്ക് വേണമെങ്കിൽ സുബഹിക്ക് വേണമെങ്കിൽ അരി കൊടുത്തയക്കാം എന്ന് തീരുമാനിക്കുന്ന ചിലര് ചില നാട്ടിലൊക്കെ ഉണ്ടാവും. ഇവിടെ നേരെ തിരിച്ചാണ്. ഇവിടെ വലിയ പദ്ധതികളാണ്. അല്ലാഹു തആല വിജയിപ്പിക്കട്ടെ. ആമീൻ. ചെറിയ ആമീൻ പോരട്ടോ, വലിയ പരിപാടിയാണ്. അല്ലാഹു തആല വിജയിപ്പിച്ച് തരട്ടെ. ആമീൻ. അപ്പൊ നന്നായി റസൂലിന്റെ മൗലിദിന് വേണ്ടി ആര് പണം ചെലവഴിക്കുന്നു, ആളെ കൂട്ടുന്നോ, അത് നബിമാരുടെ കൂടെ നാളെ ആഖിറത്തിൽ കൂടാനുള്ള സബബാണ്. അല്ലാഹു തആല നമുക്കും അതിന് ഭാഗ്യം നൽകട്ടെ.
ഒരിക്കൽ AP ഉസ്താദ് അവർ ഞങ്ങൾ ബുഖാരിയിൽ ക്ലാസ്സിലുള്ള സമയത്ത് ഉസ്താദ് ഒരു അനുഭവം പറഞ്ഞു. ഉസ്താദിന്റെ വീട്ടിലെ എല്ലാ റബീഉൽ അവ്വലിലും ഒരു മൗലിദ് ഉണ്ടാവും. അത് മർക്കസ് പഠിക്കുന്നവർ പോകില്ല, വരരുതെന്നാണ് നിയമം. എന്നാലും ഉസ്താദ് അല്ലേ എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും ഒന്ന് പോയി നോക്കും എന്തൊക്കെയാ അവിടെ നടക്കുന്നറിയാം. ഞാൻ പഠിക്കുന്ന കാലത്ത് ഉസ്താദ് അവർ പറയുണ്ടായി, റബീഉൽ അവ്വൽ തീരാനായി, എൻ്റെ വീട്ടിലെ മൗലിദ് നടന്നിട്ടില്ല, അപ്പം അത് നടത്തണമെന്ന് ഞാനിങ്ങനെ ഉദ്ദേശിച്ചു. അപ്പോൾ എറണാകുളത്ത് ചെന്നപ്പോൾ ഒരാൾ 1,00,000 രൂപ, 2005 കാര്യമേ ഞാൻ പറയുന്നു, 20 അപ്പോ ഒരാൾ 1,00,000 രൂപ കയ്യിൽ കൊടുത്തു ഉസ്താദിനോട്, ഇതവിടെ നിന്നോട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ഉസ്താദ് മനസ്സിലാക്കിയത്, ഉസ്താദിന്റെ ശൈലിയും അതാണ്, അള്ളാഹു അടുത്തേക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ ആമീൻ. മർക്കസിനെ എന്ന് പറഞ്ഞ് ഉണ്ടെങ്കിൽ അത് മർക്കസിനാണ്, അതല്ല തൻ്റെ കയ്യിൽ കൊണ്ടുതന്നാലും അത് മർക്കസിനാണ്. തനിക്ക് എന്ന് പറഞ്ഞെങ്കിൽ മാത്രമേ താൻ അതെടുക്കൂ, അല്ലാത്തതൊക്കെ മർക്കസിലേക്കുള്ള സംഭാവനയായിട്ടാണ് ഉണ്ടാവുക. ആ യാത്രക്കിടയിൽ 1,00,000 തൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ ഉസ്താദ് മർക്കസിൽ വന്ന് ഓഫീസിൽ പറഞ്ഞു, ഇന്ന ആളുടെ പേരിൽ റെസീറ്റ് അയച്ചു കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ അയാൾക്ക് റെസീറ്റ് കിട്ടിയപ്പോൾ അയാൾ വീണ്ടും വിളിച്ചു, ഉസ്താദെ അത് ഞാൻ നിങ്ങൾക്ക് തന്നതായിരുന്നു, നിങ്ങളതെനിക്ക് റെസിപ്റ്റ് വിട്ടപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്. ഉസ്താദ് പറഞ്ഞു, നിങ്ങൾ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല, നിങ്ങൾ എന്നോട് പറയാത്തത് കൊണ്ട് ഞാനിങ്ങനെ ആണ്, എൻ്റെ ശൈലി, എൻ്റെ സ്ഥിരം അങ്ങനെയാണ്, എൻ്റെ കൈ കിട്ടിയാൽ അത് മർക്കസിനായിരിക്കും. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്നാൽ പിന്നെ 1,00,000 കൂടെ ഞാൻ തരാം എന്ന് പറഞ്ഞ അയാൾ വീണ്ടും 1,00,000 കൊടുത്തു. അതാണ് ഈ വർഷം ഞാൻ മൗലിദ് ഓതാൻ വേണ്ടി ഉപയോഗിക്കുന്നത് എന്ന് അന്ന് ഉസ്താദ് പറഞ്ഞു കൊടുക്കുകയാണ്. ഇപ്പൊ നമ്മൾ ഇബാറത്തുകളിലൂടെ ചെന്ന് നോക്കുമ്പോൾ ശരിയാണ്, ഒരാൾ മൗലിദ് ഓതാൻ നിയ്യത്ത് ചെയ്താൽ അതിൻ്റെ ഫണ്ട് അള്ളാഹു നൽകും. കാരണം ഇത് അള്ളാഹു ഏറ്റെടുത്ത കാര്യമാണ്. നബിയെ അവിടുത്തെ കീർത്തനം നമ്മൾ വളരെയേറെ ഉയർത്തിയിട്ടുണ്ട്. യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ നോക്ക്, വഹാബികൾ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത് ഈ സാധനം ഒന്നും ഇല്ലാതായി കിട്ടാനാണ്. ഏത്? ഈ റബീഉൽ അവ്വൽ 12 ആഘോഷിക്കുന്ന ഈ ഒരു പദ്ധതി, അത് നിലച്ച് നിന്ന് കിട്ടാൻ വേണ്ടി എത്ര കാലമായി കഷ്ടപ്പെട്ട് പ്രവർത്തിക്കുന്നു. 952 ഇവന്മാരും മൗലിദ് ഓതിയവരാണ്. ലത്തീഫ് മൗലവി മുമ്പ് മൗലിദ് ഓതുന്നത് ചീരിണി കൊടുക്കണമെന്ന് പറഞ്ഞ ആളാണ്. എന്നാ പിന്നെ അതിന്റെ ശേഷമാണ്, 52 ശേഷമാണ് ഇവർക്ക് മൗലിദ് പറ്റാതെയായത്. എന്നാൽ ഈ അടുത്തുവരെ റബീഉൽ അവ്വൽ ആവുമ്പോൾ പറയും നബിദിനം അനിസ്ലാമികം തെളിയിക്കുന്ന ആളുകൾക്ക് 1 കോടി ഇനാം എന്നൊക്കെ മുമ്പ് കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നു. ഇപ്പൊ അതൊന്നും പറയാറില്ല. കാരണം ഇത് നിർത്താൻ കഴിയുന്നില്ല. അവിടെയാണ് പ്രശ്നം. ഇത് എങ്ങനെ പറഞ്ഞാലും എങ്ങനെ പോയാലും മൗലിദിന് ഒരുപാട് മുഹിബ്ബുകൾ, അതിനെ സ്നേഹിക്കുന്നവർ വർദ്ധിക്കുകയല്ലാതെ ഇത് കുറയൂല. അത്ഭുതമാണ് മുഹമ്മദ് മുസ്തഫ. ഇടക്ക് ഞാൻ പറയട്ടെ, വഹാബികളെ സംബന്ധിച്ചിടത്തോളം തെളിവില്ലാഞ്ഞിട്ടല്ല. അവർക്കിപ്പോൾ നിങ്ങൾ 100 തെളിവ് കൊടുത്താലും അവർ മൗലിദ് ചൊല്ലൂല. കാരണം അവരെ മനസ്സിൽ മുഹമ്മദുർ റസൂലുള്ളാഹ് ഇല്ല. അവർക്ക് സാധാരണ ഒരു അറബി പയ്യൻ എന്നേ അവരുടെ മനസ്സിലുള്ളൂ. അതുകൊണ്ട് എത്ര തെളിവ് നീ വിശദീകരിച്ചാലും അവരതൊന്നും ഉൾക്കൊള്ളാൻ തയ്യാറല്ല. അതുകൊണ്ട് അവരെ പിന്നാലെ കൂടിയിട്ട് കാര്യമില്ല. മറിച്ച് നമുക്ക് എത്ര കണ്ട് നബിയുടെ മൗലിദിനെ സജീവമാക്കാൻ കഴിയും അത്രയും നോക്കണം. 5.5 കിൻഡലാന്ന് അറിഞ്ഞത്, അതെങ്ങനെയെങ്കിൽ 6 ആക്കാൻ കഴിയുമെന്നാ നോക്കേണ്ടത്. ആളുകളിലേക്ക് ഇതിന്റെ കാര്യങ്ങൾ, തത്വങ്ങൾ എത്തിക്കുക. മൗലിദിന്റെ ചീരണിയോടുകൂടി മൗലിദ് ഓതുക. അല്ലാഹു തആല നമുക്കതിന് മഹാഭാഗ്യം നൽകുമാറാവട്ടെ. നമ്മുടെ വീടുകളിൽ കൃത്യമായ മൗലിദ് പാരായണം ഇൻഷാ അല്ലാഹ് അതിൻ്റെ മുറ പോലെ നടന്നാൽ നമുക്ക് വലിയ നേട്ടം അതുകൊണ്ടുണ്ടാകും. നിങ്ങൾ നോക്ക്, മഹാനായ അബ്ദുൽ മലിക് ബിൻ മർവാൻ രാജാവിൻ്റെ കാലത്ത് ഒരു യുവാവ്, ഇയാൾക്ക് ഷാമിൽ കുതിരപ്പുറത്ത് സഞ്ചരിക്കുന്നത് വലിയ ഇഷ്ടമായിരുന്നു. ഒഴിവുവേളകളിലൊക്കെ കുതിരപ്പുറത്ത് സഞ്ചരിക്കുന്നത് ഹോബിയാക്കി മാറ്റിയ ഈ യുവാവ് ഒരു വേള ഷാമിൽ ഒരു കുതിരപ്പുറത്ത്, ഒരു കറുമ്പൻ കുതിരപ്പുറത്ത് കയറി താൻ പതിവ് പോലെ കുതിര സവാരി തുടങ്ങിയതാണ്. ഇടയിൽ വെച്ച് കുതിര ഒന്ന് ഇടഞ്ഞു. ഇയാൾ പറയുന്നിടത്തേക്ക് കുതിര പോകുന്നില്ല. കുതിരക്ക് തോന്നുന്ന വഴിയിലാണ് പോകുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോ അതിന് വേഗത കൂടി. ഇയാൾക്ക് കുതിരയെ നിയന്ത്രിച്ചിട്ട് കിട്ടുന്നില്ല. ആ മനുഷ്യനാകെ പതറി, ഇനി എന്ത് ചെയ്യും?
നേരെ മറിച്ച് കുതിരപ്പുറത്തുനിന്ന് ചാടിയാൽ അതിലും വലിയ അപകടമാണ്. ഇനി എന്ത് ചെയ്യണമെന്നറിയാതിരിക്കുമ്പോഴാണ് ഈ കുതിര നേരെ പോകുന്നത് അബ്ദുൽ മലിക് ബിൻ മർവാൻ രാജാവിന്റെ കുടുംബം താമസിക്കുന്ന ഭാഗത്തേക്കാണ്. അങ്ങോട്ടേക്കാർക്കും പ്രവേശനമില്ല. പക്ഷേ കുതിര അതിവേഗതയിൽ അങ്ങ് കടന്നുപോയി. ഇയാൾ കുറെ അപശബ്ദങ്ങൾ വെച്ചു നോക്കി, പക്ഷേ രക്ഷയില്ല. അപ്പോഴാണ് രാജാവിന്റെ മകൻ പുറത്തേക്ക് ഇങ്ങോട്ട് ഇറങ്ങിയത്. കുതിരയുടെ കാലുകൾക്കിടയിൽ കുടുങ്ങി ആ കുമാരൻ മരിച്ചുപോയി. ഞൊടിയിടയിൽ ഈ കുട്ടി മരണപ്പെട്ടു. ആളുകളെല്ലാവരും കൂടെ ഈ മനുഷ്യനെ പിടികൂടി. ഇയാളോട് പറഞ്ഞു, രാജാവിന്റെ മകനെ അപകടപ്പെടുത്തിയതിന്റെ കുറ്റകൃത്യത്തിനുള്ള ശിക്ഷ നിനക്ക് നിർബന്ധമാണ്, നീ രക്ഷപ്പെടൂല. ഇയാൾ പറഞ്ഞു, ഞാൻ മനഃപൂർവ്വം ചെയ്തിട്ടില്ല, ഞാൻ പതിവ് പോലെ കുതിര സവാരി നടത്തുന്ന ആളാണ്. പക്ഷെ എനിക്ക് എന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല, ഇതിൽ ഞാൻ നിരപരാധിയാണ്, ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല. ആളുകൾ പറഞ്ഞതൊക്കെ രാജാവിനോട് വിവരിക്കാം, നീ അബ്ദുൽ മലിക് ബിൻ മർവാന്റെ മുന്നിലേക്ക് വാ. അങ്ങനെ അയാളെ പിടിക്കപ്പെട്ടു, രാജാവിന്റെ മുന്നിൽ കൊണ്ടുവരപ്പെട്ടു. ആ മനുഷ്യൻ വേദന കൊണ്ട് സങ്കടത്തോടെ പറഞ്ഞു, അല്ലാ, ഇതിന്റെ സത്യാവസ്ഥ നിനക്കറിയും, ഞാൻ കരുതി കൂട്ടി ചെയ്തതല്ല. അതുകൊണ്ട് ഇവിടെ എന്നെ രക്ഷപ്പെടുത്തിയാൽ, ഇവിടെ എനിക്ക് സലാമത്ത് കിട്ടിയാൽ, ഇൻ ഖല്ലസനി അല്ലാഹു തആല മിൻ ഹാദിഹിൽ വഖഅ അഅമലു വലീമത്തൻ അദീമ, ഞാൻ വലിയ ഒരു സദസ്സും വലിയൊരു സദ്യയും ഞാൻ ഉണ്ടാക്കും. വ അസ്തഖ്രിഉ ഫീഹാ മൗലിദൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ആ സദസ്സിൽ റസൂലുള്ളാഹി തങ്ങളൊരു മൗലിദ് ഓതുന്നതാണ്. അല്ലാഹ്, എന്നെ നീ രക്ഷപ്പെടുത്തി തരാണെങ്കിൽ ഞാൻ ആ സദസ്സിൽ വലിയൊരാൾക്കൂട്ടത്തെ വിളിച്ചുകൂട്ടി ഭക്ഷണമുണ്ടാക്കി ഞാൻ നല്ലൊരു മൗലിദ് ചൊല്ലും അല്ലാഹുവേ. അങ്ങനെ ഈ മനുഷ്യനെ രാജാവിന്റെ മുന്നിൽ കൊണ്ടുവരപ്പെട്ടു. വനളറ ഇലൈഹി, രാജാവ് ഇയാളിലേക്കൊന്നിങ്ങനെ നോക്കിന്നിട്ട് ലഹിക ബഅദമാ കാന യഖ്നിഖുൽ ഗളബു, ഭയങ്കര ദേഷ്യത്തിൽ നിന്നിരുന്ന രാജാവ് ഇപ്പോൾ ഇയാളെ നോക്കി ചിരിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, യാ ഹാദാ അതുഹ്സിനു സിഹ്റ, അല്ല മനുഷ്യ, നിനക്ക് സിഹ്ർ അറിയാമോ? ഇയാൾ പറഞ്ഞു, രാജാവേ, നിങ്ങൾ എന്താണ് എന്നോട് ചോദിക്കുന്നത്? ഞാൻ സിഹിർ അറിയുന്ന ആളാണെന്നോ? അല്ല, എനിക്കത്തരം ഏർപ്പാടുകളില്ല. രാജാവ് പറഞ്ഞു, അല്ല, നിനക്ക് സിഹിർ നന്നായിട്ടറിയാം, നീ അങ്ങനെ അതിൽപ്പെട്ട ഒരാളാണ് നീ. രാജാവേ, ഇല്ല, ഞാൻ അങ്ങനെ കൺകെട്ടുകാരനല്ല, മായാജാലക്കാരനല്ല. ഉടനെ രാജാവ് പറഞ്ഞു, എനിക്കൊരനുഭവമുണ്ട്. ഞാൻ ഇവിടെ വരുന്നത് വരെ നിന്നോട് എനിക്ക് എന്തൊരു വെറുപ്പായിരുന്നെന്നല്ലേ. പക്ഷെ ഇവിടെ വന്നിരുന്നപ്പോൾ നിന്നോട് എനിക്ക് വെറുപ്പ് വരുന്നില്ല, ദേഷ്യം വരുന്നില്ല. മറിച്ച് നീ നിരപരാധിയാണെന്നും നിനക്ക് വേണ്ടത് വിട്ടുവീഴ്ചയാണെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. അതുകൊണ്ട് പറ, നീ എന്താ ചെയ്തത്? ഇയാള് പറഞ്ഞു, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, എൻ്റെ അടുത്ത് ആകെ ഒരു നിയ്യത്തേ ഉള്ളൂ, ഇവിടുന്ന് നിരപരാധിത്വം തെളിയിക്കപ്പെട്ട് രക്ഷപ്പെട്ടാൽ ഒരു സദസ്സുണ്ടാക്കും, ആ സദസ്സിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മൗലിദ് ഞാൻ ഓദിപ്പിക്കുമെന്നാണ് എൻ്റെ നിയ്യത്ത്. ഉടനെ രാജാവ് ചോദിച്ചു, നീ എത്ര രൂപയുടെ മജ്‌ലിസാ ഉദ്ദേശിക്കുന്നത്? അപ്പൊ ഇയാൾ പറഞ്ഞു, 100 ദിർഹം. എന്നാ ഞാൻ 200 ദിർഹം തരാം, നീ പൊയ്ക്കോളൂ, അതിമനോഹരമായൊരു മൗലിദ് നടത്തിക്കോളൂ. ഇആനത്തു ത്വാലിബീൻ അടക്കമുള്ള ഫിഖ്ഹിന്റെ കിതാബുകളിൽ കാണാം ഈ ചരിത്രം. ഞാൻ പറയുന്നത്, റസൂലുള്ളാഹിന്റെ മൗലിദ് ചെറിയ കാര്യമല്ല. നബിക്കുള്ള മൗലിദ് വീട്ടിലും ഓതേണ്ടതാ, അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ. ഘട്ടങ്ങളിലൊക്കെ നമുക്ക് എടുത്ത് പെരുമാറാൻ പറ്റുന്നതാണ് മൗലിദുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് ഏറെ പരിചിതമായൊരു മൗലിദാണ് മങ്കൂസ് മൗലിദ്. ഇതിനെ മഹാനായ CM വലിയുല്ലാഹി വല്ലാണ്ട് ഇഷ്ടം വെച്ചിരുന്നു. മങ്കൂസ് മൗലിദ് എൻ്റെ മൗലിദാണ്, എൻ്റെ മൗലിദാണ്, അത് ചൊല്ലിക്കോ എന്ന് പലപ്പോഴും പറയാറുണ്ട്. മങ്കൂസ് മൗലിദ് നമ്മുടെ നാട്ടിൽ ഏറെ പ്രചരണമുണ്ടായതിൻ്റെ പ്രധാന കാരണം അതിൻ്റെ രചനയുടെ ഘടനയാണ്.
അതായത് ബഹുമാനപ്പെട്ട മഖ്ദൂം റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ താനൂര് തിരൂര് ഭാഗത്തുള്ള മുഅ്മിനീങ്ങൾ ഒന്നിച്ച് സംഘടിച്ചു വന്നുകൊണ്ട് സങ്കടം പറഞ്ഞു. അവിടെ ആ ഭാഗത്തൊരു പ്രത്യേക തരം അസുഖമുണ്ടായിരുന്നത്രേ കാലഘട്ടത്തിൽ. അത് ഛർദിയും പെടുന്നനെയുള്ള മരണവും. അങ്ങനെ അത് ബാധിച്ച് ദിനം ദിനം ആളുകൾ ഇങ്ങനെ മരണമടയാൻ തുടങ്ങിയപ്പോൾ അന്ന് ആരോഗ്യ വകുപ്പ് ഇന്നത്തതുപോലെ വിസ്തൃതിയുള്ളതല്ല. അന്ന് പരമാവധി ആളുകൾ പരിശ്രമിച്ചു, പക്ഷെ ഒന്നും നടക്കുന്നില്ല. അങ്ങനെയാണ് അവർ പൊന്നാനിയിലെത്തുന്നത്. മഖ്ദൂം തങ്ങളോട് പറഞ്ഞു, പാപ്പാ ഒരു പരിഹാരം വേണം. എന്താ ചെയ്യാ? നാട്ടില് മരണം തന്നെ മരണം. ഒന്ന് മറവ് ചെയ്യുമ്പോഴേക്ക് അടുത്തയാൾ, ഇതിന് പരിഹാരമില്ലേ? അപ്പോഴാണ് മഹാനവറുകൾ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു 5-ാം നൂറ്റാണ്ടിലെ മുദർരിസാണ്, 5-ാം നൂറ്റാണ്ടിലെ മുജദ്ദിദാണ്. വൽ ഖാമിസുൽ ഹിബ്റുൽ ഇമാമു മുഹമ്മദു ഹുവ ഹുജ്ജത്തുൽ ഇസ്ലാമി ദൂന തറദ്ദുദി. ബഹുമാനപ്പെട്ട അബൂ ഹാമിദിനിൽ ഗസാലി റളിയല്ലാഹു അൻഹു എഴുതിയ സുബ്ഹാന മൗലിദ്, ആ സുബ്ഹാന മൗലിദ് എടുത്തു വെച്ച് അതിൽ നിന്ന് അല്പം വന്ന ആളുകൾക്ക് അവരുടെ പ്രയാസം നീങ്ങി കിട്ടാൻ വേണ്ടി മഖ്ദൂം റളിയല്ലാഹു അൻഹു എഴുതി കൊടുത്തു. എന്നിട്ട് ജനങ്ങളോട് പറഞ്ഞു, നിങ്ങൾ എല്ലാവരും ഒരേ സമയം പൊന്നാനിയിലും താനൂരും തിരൂരും തീരദേശ പ്രദേശത്തൊക്കെ നിങ്ങൾ ഈ മൗലിദ് തുടങ്ങുക. അങ്ങനെ അള്ളാഹുവിന്റെ റസൂലിന്റെ മൗലിദ് അവർക്ക് പറഞ്ഞു കൊടുക്കുകയും അത് ജനങ്ങളങ്ങ് ഏറ്റെടുക്കുകയും ചെയ്തപ്പോഴാണ് അന്ന് പകർന്നു പിടിച്ചിരുന്ന കോളറ എന്ന അസുഖത്തിന് പെടുന്നനെ പരിസമാപ്തി ഉണ്ടായതെന്ന് നമ്മുടെ പൂർവീകർ നമുക്ക് കൈമാറി തരുന്നത് കാണാം. അപ്പൊ നോക്ക്, നിങ്ങൾ അസുഖമുണ്ടായാലും പ്രയാസങ്ങൾ ഉണ്ടായാലും അസന്നിഗ്ധ ഘട്ടങ്ങളിലും റസൂലുള്ളാഹിന്റെ മൗലിദ് വലിയ പരിഹാരമാണ്. അള്ളാഹു നമുക്കതിന് സൗഭാഗ്യം നൽകട്ടെ. വീട്ടിൽ ഐശ്വര്യമുണ്ടാകാൻ, വീട്ടിലെ ബറക്കത്തുണ്ടാകാൻ, കുടിരിക്കലുണ്ടെന്ന് നമ്മളൊരു മൗലിദ് ഓതിയാൽ ആ ഒരൊറ്റ കാരണം കൊണ്ട് ആ വീട് ബറക്കത്തുള്ളതായി മാറുന്നു. അർഹമുർ റഹീമീനായ റബ്ബ് മൗലിദുകളെ ഇഷ്ടം വെക്കുന്നവരിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. അസുഖബാധിതരായ ആളുകൾക്ക് വലിയ മഹത്വമുള്ളതാണ് ഈ മങ്കൂസ് മൗലിദ്. കുടുങ്ങിക്കഴിഞ്ഞാൽ, പ്രയാസപ്പെട്ടാൽ, അത്തരം അസുഖങ്ങൾ വരുമ്പോൾ പ്രത്യേകിച്ച്, കാരണം അതിൻ്റെ അവസാനത്തിൽ ദുആയിൽ മഹാനായ മഖ്ദൂം റളിയല്ലാഹു അൻഹു സ്വലാത്തുൽ മുൻജിയ കൊണ്ടുവരുന്നത് കാണാം. സ്വലാത്തുൽ മുൻജിയ, സ്വലാത്തിന്റെ കൂട്ടത്തിൽ നമ്മുടെ ആപൽ ഘട്ടങ്ങളിൽ പെടുന്നനെ കരപിടിക്കാനുള്ളൊരു സ്വലാത്താണ്. ആ മങ്കൂസിന്റെ ലാസ്റ്റിൽ ദുആങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, സ്വലാത്തൻ തുൻജീനാ ബിഹാ മിൻ ജമീഇൽ അഹ്വാലി വൽ ബലിയാത്ത് വതുസല്ലിമുനാ ബിഹാ മിൻ ജമീഇൽ അസ്ഖാമി വൽ ആഫാത്ത് വതുതഹിറുനാ ബിഹാ മിൻ ജമീഇസ് സയ്യിആത്ത് വതഗ്ഫിറു ലനാ ബിഹാ ജമീഅൽ ഖതിആത്ത് വതഖ്ളീ ലനാ ബിഹാ ജമീഅൽ ഹാജാത്ത് വതർഫഉനാ ബിഹാ ഇൻദക അലൽ ദറജാത്ത് വതുബല്ലിഗുനാ ബിഹാ ഖസൽ ഗായാത്ത് മിൻ ജമീഇൽ ഖൈറാത്ത് ഫിൽ ഹയാത്തി വബഅദൽ മമാത്ത്. ഇതുവരെയുള്ളത് സ്വലാത്തുൽ മുൻജി എന്ന സ്വലാത്താണ്. പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന സ്വലാത്താണത്. അതാണ് മഖ്ദൂം റളിയല്ലാഹു അൻഹു അതിന്റെ അവസാനത്തിൽ ദുആക്ക് ഉത്തരം കിട്ടാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ എന്തുകൊണ്ടും മങ്കൂസ് മൗലിദ് ഡെയിലി പറ്റുന്നവരൊക്കെ ഫുള്ളായി ഓതാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെല്ലുക. ഇനി അതൊന്നും കഴിയില്ലെന്ന ഒരു ഹദീസെങ്കിലും കിടന്നുറങ്ങണതിന്റെ മുമ്പ് ഒരു ഹദീസെങ്കിലും, കാരണം പിറ്റേന്ന് ബാക്കി ഓതാമെന്ന നിയ്യത്തിൽ ഒരു ഹദീസെങ്കിലും ഓതുക. അതായിരുന്നു മഹാനായ CM വലിയുള്ളാഹിയുടെ വിജയം. മഹാനവറുകൾ പറയുമത്രേ, മങ്കൂസ് എന്റെ മൗലിദാണ്. ഒരു വിഷയത്തിന് ഇറങ്ങുമ്പോൾ മഹാനവറുകൾ ഒരു ഹദീസ് മങ്കൂസ് മൗലിദ് ഓതിയിട്ടാണ് ഇറങ്ങുക എന്ന് കാണാം. മഹാനായ ഖുതുബുൽ ആലം CM വലിയുള്ളാഹിൽ മടവൂരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ഏത് മഹാനും മഹാനാകുന്നത് നബിതങ്ങളെ കൊണ്ടാണ്. അള്ളാഹുവിന്റെ റസൂലിനെ ഇടയാളനാക്കിയിട്ടാണ് എല്ലാവരും ജയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് മുത്ത് മുഅ്മിനുകളെ, പരിശുദ്ധമായ റബീഉൽ അവ്വൽ ഇതൊരു പ്രചോദനമാകട്ടെ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് മുഴുവൻ മദ്ഹിലായി ജീവിക്കുക. ഫറദ് നിസ്കാരത്തിന് ഒരു കുറവും വരുത്താൻ പാടില്ല. എന്നാൽ അതോടൊപ്പം തന്നെ തിങ്കളാഴ്ച രാവ്, വെള്ളിയാഴ്ച രാവിൽ നമ്മുടെ വീടുകളിൽ ഹബീബിന്റെ മദ്ഹ് സ്ഥാപിക്കുക. അത് മക്കളും കുടുംബവും എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന്, നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് മൗലിദ് ഓതുന്ന വീടാണെങ്കിൽ അതെന്തൊരു റാഹത്തുള്ള വീടാണ്, എന്തൊരു സമാധാനമുള്ള വീടാണ്.
ഇനി ലൈലത്ത് ഈ പറഞ്ഞ നബിതങ്ങളുടെ ജന്മദിനമുള്ള ഈ മാസത്തിലോ, അതും പൂർവീകരുടെ ചരിത്രം കാണാം. ബഹുമാനപ്പെട്ട വന്യരിൽ വന്യരായ മഖ്ദൂം റളിയല്ലാഹു അൻഹു തങ്ങളുടെ കിതാബിന്റെ ശറഹിൽ തന്നെ കാണാൻ കഴിയും. ഇതേപോലെ റബീഉൽ അവ്വൽ വന്നപ്പോൾ ഒരു യുവാവ്, അദ്ദേഹം കൂടുതൽ അമലുള്ള ആളൊന്നല്ല, പക്ഷേ റബീഉൽ അവ്വൽ ആയാൽ അദ്ദേഹത്തിന് ഭയങ്കര ആവേശമാണത്രേ. ഹാറൂൻ റഷീദ് രാജാവിന്റെ കാലത്ത് ഒരു യുവാവ്, അദ്ദേഹം ബസറയിലാണ് താമസം. ഈ പറഞ്ഞിരുന്ന പരിശുദ്ധമായ റബീഉൽ അവ്വൽ പിറന്നു കഴിഞ്ഞാൽ ഇയാൾക്ക് ഭയങ്കര രസമാണത്രേ. ഇന്ന് നമ്മുടെ ഇടയിൽ അങ്ങനെ കുറച്ച് ആൾക്കാരെ കാണാം. ഇവര് ചിലപ്പോൾ 5 നേരം പള്ളിയിലൊന്നും ഇവരുണ്ടാവില്ല, പക്ഷെ റബീഉൽ അവ്വൽ ആയാൽ കുട്ടികൾക്ക് സമ്മാനം കൊടുക്കുന്നതിന്, തോരണങ്ങൾ തൂക്കുന്നതിന്, പള്ളിയിലെ ഹെൽപ്പിന്, അതുപോലെ പായസം വിളമ്പാന്, ക്ലാസ് കഴുകി വെക്കാനൊക്കെ കൂടുന്ന കുറെ മോമിനീങ്ങളെ കാണാം. നമ്മളിങ്ങനെ ഒരു തഹ്ഖീറോട് കൂടെ കാണുക. ഇവന് ചിലപ്പോൾ ഇത് കഴിഞ്ഞ അവനെ പിന്നെ കാണൂല. കാരണം ഓൻ ലൈലത്തുൽ ഖദറിന്റെ ഈ പറയുന്ന ഈ റബീഉൽ അവ്വലിന്റെ സ്പെഷ്യൽ ടീമാണ്. ഇത് കഴിഞ്ഞാൽ പിന്നെ കാണൂല. റമദാനിലും വരുന്ന കുറെ ആളുകളുണ്ട്. ഞാൻ പറയുന്ന അത്തരക്കാരെ നിസ്സാരപ്പെടുത്തരുത്. ഓരെ പേടിക്കേണ്ട ആൾക്കാരാണ്. ഓരെ പേടിക്കണം എന്ന് പറഞ്ഞാൽ അത് രണ്ടർത്ഥത്തിലുമാവാം. ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ, അള്ളാഹു ഒരു ദറജ ഉയർത്തി കൊടുക്കട്ടെ, ആമീൻ. എവിടെങ്കിലും ഏതെങ്കിലുമൊക്കെ ശൈഖന്മാര് പുറപ്പെട്ടു കഴിഞ്ഞാൽ ശംസുൽ ഉലമയോട് ചിലപ്പോൾ ചോദിക്കൊത്തരേ, ഉസ്താദെ അയാളെ അവസ്ഥ എന്താണ്? അപ്പൊ അയാളെ പേടിക്കണം. അയാളെ പേടിക്കണം എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥമുണ്ട്. അയാൾ നല്ല മനുഷ്യനാണെങ്കിലും പേടിക്കണം, അയാൾ ബെടക്കാണെങ്കിൽ അതും പേടിക്കണം എന്ന നിലക്കാൻ രണ്ടിനും പറ്റിയ രീതിയിലാണ് ശംസുൽ ഉലമ മറുപടി പറയാറെന്നാണ് നെല്ലിക്കുത്ത് ഉസ്താദ് ഓർമ്മപ്പെടുത്തിയത്. അള്ളാഹു രണ്ടാളുടെയും ദറജ ഉയർത്തി കൊടുക്കട്ടെ. റമദാനിൽ വരുന്ന ആളുകളാകാം, പക്ഷെ അവർക്കുണ്ടാകും ഒരു ഈമാൻ, അവരെ കൽബിൽ ഉണ്ടാകും ഒരു ഈമാൻ. അതുപോലെ റബീഉൽ അവ്വൽ വരുമ്പോഴും കാണാൻ കുറച്ച് ആളുകൾ സജീവമായിട്ട് മാഷാ അല്ലാഹ്, ഭാഗ്യമാണ് ഹബീബിനോട് ഹുബ്ബ്. അതുകൊണ്ട് നമ്മൾ അവരെ നിസാരമാക്കി കാണരുത്. അവർക്കും പാട്ട് പാടാൻ അവസരം കൊടുക്കണം, അവർക്കും സ്റ്റേജിൽ കയറാൻ അവസരം കൊടുക്കണം. ഇവനൊന്നും പാട്ട് പാടി രക്ഷപ്പെടാൻ പോകുന്നില്ല. നമുക്ക് ആരാധനയൊക്കെ സർവീസിന് സ്വാഗതം ചെയ്തിട്ടുള്ളത്, നമുക്കാരും അധികാരം തന്നത് ഒരാളെ സ്വർഗത്തിലാക്കാനും പുറത്താക്കാനും. അങ്ങനെ ചില ആളുകളുണ്ട്. ഇന്നാൾ ഒരാൾ ഇങ്ങനെ ആത്മഹത്യ ചെയ്തൊരു മയ്യത്ത് കൊണ്ടുവന്നപ്പോ ഇയാൾ ഇങ്ങനെ കണ്ണു നോക്കുക. അപ്പൊ ഞാൻ ഇയാളെന്തിനിങ്ങനെ നോക്കുന്നത്? അപ്പൊ ഇയാൾക്ക് എന്തോ മയ്യത്ത് നിസ്കാരം പാടില്ല എന്നാണ് മൂപ്പര മസല. മയ്യത്ത് നിസ്കാരം പാടില്ല എന്നാൽ ആത്മഹത്യ ചെയ്യപ്പെട്ട മയ്യത്തായാലും അങ്ങനെ തന്നെ മഹലിൽ കാണാം. ആത്മഹത്യ ഖാത്തിലുൻ നഫ്സായ ആളായാലും അയാൾക്ക് മറ്റൊരാൾക്ക് ചെയ്തു കൊടുക്കും പോലെ ചെയ്തു കൊടുക്കണം എന്നാണ്. അയാൾക്ക് 3 ഉണ്ട്, അയാൾക്ക് 40 ഉണ്ട്, ഒക്കെ ചെയ്യണം. അയാളുടെ ഘട്ടത്തിൽ ചിലപ്പോൾ അയാൾ എന്തോ ചെയ്തു പോയി എന്ന് കരുതി അയാൾക്ക് മയ്യത്ത് നിസ്കരിക്കണ്ടെന്ന് ഇവനാരും പറഞ്ഞേൽപ്പിച്ചു എന്നുള്ളതാണ് വിഷയം. ചില ആളുകൾ അങ്ങനെ സ്വർഗത്ത് കാക്കാനല്ല നോക്കുക, എങ്ങനെങ്കിലും പിടിച്ചു വലിച്ച് അപ്പുറത്തേക്ക് ഇടാനുള്ള ശ്രമത്തിലാണുള്ളത്. അതൊക്കെ ഇവിടെ നമ്മളെ റൗദന്റെ പരിസരത്ത് അങ്ങനത്തെ ആൾക്കാരില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ അതൊന്നും പറയേണ്ടതില്ല. സഹോദരങ്ങളെ, നമ്മൾ ഒരാളെ സുന്നിയായിട്ടും നല്ല നിലക്കും അയാൾ സ്വർഗത്ത് കടക്കട്ടെ എന്നാ ചിന്തിക്കേണ്ടത്. ഇതിൻ്റെ അടുത്ത് ഞാൻ എൻ്റെ അടുത്ത് ഓതിയിരുന്ന ഒരു കുട്ടിൻ്റെ വല്ലിപ്പ മരിച്ചപ്പോൾ അവിടെ പോയി ദുആ ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ അത് വിളിയോട് വിളി, എത്രയാണ് ഫോൺ വരുന്നത്. അപ്പം നോക്കുമ്പോൾ എന്താ സംഭവം, ഇയാള് അങ്ങനെയാണ് ഇങ്ങനെയാണ്, അയാളെ കുറെ ആയിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. ഇയാൾ സുഖമില്ലാതെ 2 വർഷമായിട്ട് പേരുടെ ഉള്ളിലാണ്. 2 കൊല്ലത്തെ ഇയാളെ അവസ്ഥ ഇയാളെ വീട്ടുകാർക്കല്ലേ അറിയാം. അപ്പൊ ഇയാൾ മുമ്പെന്തോ ആയിരുന്നു എന്നാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, പൊന്നാര ഹബീബ്, ഇയാളെ നരകത്തിലാക്കിയിട്ട് എനിക്കിപ്പോ എന്തോ നേടാനുണ്ടോ? അതൊന്ന് പറഞ്ഞോണ്ടാ. ഇത് എനിക്കെന്ത് ഇയാളെ നരകത്തിലാക്കി എന്തോ കിട്ടാനുണ്ടോ? ഇല്ല. പിന്നെ എന്തിനാ ഇങ്ങനെ മെനക്കെടുന്നത്? ഒരാള് മരണപ്പെട്ട് കഴിഞ്ഞാൽ അയാൾ സുന്നിയാണോ ബിദ്അത്താണോ വ്യക്തമായ തെളിവുണ്ടെങ്കിൽ ഓക്കെ. 2 വർഷമായി ഇയാൾ വീട്ടിനുള്ളിൽ സുഖമില്ലാതെ കിടപ്പാണ്. അയാളെ കുടുംബം പറയുന്നു മരിക്കാൻ നേരത്തെ എല്ലാം പൊരുത്തപ്പെടിപ്പിച്ചിട്ടുണ്ട്, എനിക്ക് വേണ്ടി അങ്ങനെ ചെയ്യണമെന്ന് കൂടി അയാൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവൻ പറയാ അങ്ങനല്ല, അയാൾ അങ്ങനെ എന്താ അപ്പൊ ചെയ്യാ? എല്ലാരെയും അള്ളാഹു നന്നാക്കി തരട്ടെ, ആമീൻ. അപ്പൊ ഞാൻ പറയണത്, പരിശുദ്ധമായ റബീഉൽ അവ്വൽ വരുമ്പോൾ ഉഷാറാവുന്നവരെയും നമ്മൾ ചെറുതായി കാണണ്ട. ഒരു സംഭവം നോക്കൂ നിങ്ങൾ. ഹാറൂൻ റഷീദ് രാജാവിന്റെ കാലത്ത് അവിടെ ബസറയിൽ ഒരാളുണ്ടായിരുന്നു, മുസ്രിഫുൻ അലാ നഫ്സിഹി, കുറെ വൈകൃതങ്ങളുള്ള ആളായിരുന്നു അദ്ദേഹം. വകാന അഹ്ലുൽ ബലദി യൻദുറൂന ഇലൈഹി ബിഐനി തഹ്ഖീർ ലിഅജലി അഫ്ആലിഹിൽ ഖബീസ. ഇയാളെ ഇത്തരം പ്രവർത്തനങ്ങൾ കാരണം എല്ലാവർക്കും അയാളോട് ഒരു നിസ്സാരമായ കാഴ്ചപ്പാടാണ്. ആരും അയാളെ കുറിച്ച് നല്ലത് പറയാറില്ല. അയാളെ കുറിച്ച് അങ്ങനെയുള്ളൂ. അയാൾക്ക് ഒരു ഗുണമുണ്ട്, എന്താണെന്നറിയോ? കാന ഇദാ ഖദിമ ശഹ്റു റബീഉൽ അവ്വൽ, റബീഉൽ അവ്വൽ മാസം ഇങ്ങ് വന്നാൽ, ഈ
പറഞ്ഞ ആളുകളെല്ലാവരും നിസാരനായി പറഞ്ഞിരുന്ന ഈ വ്യക്തിയുടെ സ്വഭാവം മൂപ്പര് തന്റെ ഡ്രസ്സൊക്കെ കഴുകി വൃത്തിയാക്കും. അല്ലാഹുവിന്റെ ഹബീബിന്റെ മാസത്തോടുള്ള ബഹുമാനം. ഇയാള് നല്ല അത്രയും പൂശി നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് ഇയാൾ നടക്കുക. അതിന്റെ പുറമെ അയാൾ സദ്യ ഉണ്ടാക്കും, ഭക്ഷണം ഉണ്ടാക്കും. എന്നിട്ടോ മൗലിദൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇയാൾ ആ സദസ്സിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ മൗലിദ് പാരായണത്തിന് വേണ്ടത് ചെയ്യും. അങ്ങനെ നല്ലൊരു മജ്‌ലിസ് അയാൾ ഉണ്ടാക്കാറുണ്ടായിരുന്നു. എന്നിട്ട് മഹത്തുക്കൾ എഴുതുന്ന അങ്ങനെ കുറെ കാലം ഇയാൾ ഇങ്ങനെയാണ്. റബീഉൽ അവ്വൽ ആയാൽ ഭയങ്കര ആവേശം. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു. സുമ്മലമ്മാ മാതാ, ഈ മനുഷ്യന്റെ മരണം നടന്നപ്പോൾ ആളുകൾക്ക് എല്ലാവർക്കും ഇയാളോട് ഒരു ബഹുമാനമില്ല. കാരണം ലൈലത്തുൽ ഈ പറയുന്ന റബീഉൽ അവ്വലിലുള്ള ഒരാളല്ലേ, സ്പെഷ്യൽ അല്ലേ. അപ്പൊ അതുകൊണ്ട് അയാൾ അത്ര ആളുകൾ കണ്ടുള്ളൂ. അപ്പോഴാണ് ബസറക്കാര് മുഴുവനും കേൾക്കുന്ന ഒരു അശരീരി ശബ്ദം കേൾക്കുന്നത്. ഉഹ്ദുറൂ യാ അഹ്ലൽ ബസറ വഷ്ഹദൂ ജനാസത വലിയ്യിൻ മിൻ ഔലിയാ ഇല്ലാ. അല്ലയോ ബസറ നിവാസികളെ, എല്ലാവരും വേഗം സന്നിഹിതരാവുക. വഷ്ഹദൂ ജനാസത വലിയ്യിൻ മിൻ ഔലിയാ ഇല്ലാ, അല്ലാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട ഒരു വലിയന്റെ ജനാസ നിസ്കാരത്തിന് അണിനിരക്കൂ നിങ്ങള്. ഫഇന്നഹു അസീസുൻ ഇൻദീ, അദ്ദേഹം എൻ്റെ അടുക്കൽ വലിയ ആദർശമുള്ള ആളാണ്, എൻ്റെ അടുക്കൽ സ്ഥാനമുള്ള ആളാണ്. അങ്ങനെ ഈ മനുഷ്യന്റെ ജനാസക്ക് എല്ലാവരും ഹാജരായി, എല്ലാവരും അദ്ദേഹത്തെ മറമാടി. അങ്ങനെ ഇരിക്കുമ്പോഴാണെന്നു രാത്രി ചില ആളുകൾ അദ്ദേഹത്തിനെ മനാമിൽ കണ്ടു, സ്വപ്നത്തിൽ കണ്ടു. അപ്പൊ ഇയാള് നല്ല രസകരമായ ഡ്രസ്സൊക്കെ ധരിച്ച് ഭയങ്കര ആഹ്ലാദത്തിലും അലങ്കാരത്തിലുമാണുള്ളത്. ഫഖീല, അപ്പൊ അയാളോട് ചോദ്യം വന്നു, ബിമനിൽ തഹാദിഹിൽ ഫളീല, എടോ നിനക്ക് എങ്ങനെ ഇങ്ങനെ ഒരു സ്ഥാനം ലഭിച്ചതെങ്ങനെ? അപ്പോഴാണ് ഇയാളെ മറുപടി, ബിതഅലീമി മൗലിദിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളെ മൗലിദിനെ ബഹുമാനിച്ചതുകൊണ്ട് എൻ്റെ റബ്ബ് തന്നതാ. റബീഉൽ അവ്വൽ മാസം മാത്രമാണ് അയാൾ ഫോക്കസ് ചെയ്തതെന്ന് പറഞ്ഞാൽ മറ്റുള്ള ഫർള് ചെയ്തില്ല എന്നല്ല. ഇനി അങ്ങനെ ആരും ചിന്തിക്കരുത്, പഠിച്ചോനെ ഉസ്താദ് ഫർള് നിസ്കരിക്കണ്ടെന്നാ പറയണത്, അങ്ങനെ അർത്ഥം വെക്കരുത്. ഫർളായ അമലുകളൊക്കെ ചെയ്തതിന് പുറമെ ജീവിതത്തിന്റെ ഭാഗമായി റസൂലുള്ളാഹിനോടുള്ള അവിടുത്തെ മൗലിദിന് സ്ഥാനം കണ്ടാൽ അത് മഹാഭാഗ്യമാണ്. അല്ലാഹു തആല നമുക്ക് അതിന് ഭാഗ്യം ചെയ്യുമാറാവട്ടെ. ആമീൻ. ഇനി നിങ്ങൾ നോക്ക്, മഹാനായ ഹസൻ ബസ്വരി തങ്ങൾ പറയാണ്, വദിത്തു ലൗ കാന ലീ മിഥുൽ ജബലി ഉഹദിൻ ദഹബാ, ഉഹദ് മലയോളം എനിക്ക് അല്ലാഹു സ്വർണം സമ്പാദ്യമായി തന്നാൽ. ഉഹദ് മല മദീനയിലെ വളരെ പ്രധാനപ്പെട്ട മലയാണ്. ആ മലയോളം എനിക്ക് അല്ലാഹു സ്വർണം തന്നാൽ ഞാൻ എന്തിനാണ് ആ പണം ചെലവഴിക്കുക? മഹാൻ പറയുന്നു, ലഅൻഫഖ്തുഹു അലാ ഖിറാഅത്തി മൗലിദിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ആ പണം മുഴുവൻ റസൂലുള്ളാഹി തങ്ങളെ മൗലിദിന് ചെലവഴിക്കും എന്നുള്ളത് അതാണ് എൻ്റെ ഇഷ്ടം. മഹാനായ ഹസൻ ബസ്വരി, ധാരാള് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുയുടെ ശിഷ്യനായ ബഹുമാനപ്പെട്ട ഇക്രിമ റളിയല്ലാഹു അൻഹുവിന്റെയും ശിഷ്യനാണ് അൽ ഹസൻ അൽ ബസ്വരി റളിയല്ലാഹു അൻഹു. താബികൾ പ്രമുഖനാണ്. 10 രൂപ കയ്യിലുണ്ടെങ്കിൽ അത് ഞാൻ മൗലിദിന് ചെലവാക്കുമെന്ന് പഠിപ്പിക്കുകയാണ് നമ്മോട്. കാരണം ഇവർക്കറിയാം ഇത് നല്ല ഒരു അമലാണ്. ഈ റൂട്ടിൽ പോയാൽ അള്ളാഹുവിന്റെ പൊരുത്തം ലഭിക്കുമെന്ന് അവർക്കറിയാം. അതുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം നിർത്തുകയാണ്. പരിശുദ്ധമായ റബീഉൽ അവ്വലിനെ സ്വാഗതം ചെയ്ത് പരമാവധി മൗലിദിന്റെ സദസ്സുകൾ പങ്കെടുക്കുക, സംഘടിപ്പിക്കുക. ആവുന്ന സാമ്പത്തിക ഭദ്രതക്കനുസരിച്ച് ഒരു 5-6 ആളെ കൂട്ടിയിട്ടാണെങ്കിൽ അങ്ങനെ, കൂടുതൽ പേരെ സംഘടിപ്പിക്കാൻ നിനക്ക് കഴിയുമോ എങ്കിൽ അങ്ങനെ. നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ പണം അല്ലാഹു നൽകുന്നതാണ്, സംശയമില്ല. മൗലിദിന് വേണ്ടി നീ പണം ചെലവഴി
ചെലവഴിച്ചിട്ട് നീ കുടുങ്ങി എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. ഞാൻ അതാ തുടക്കം തന്നെ പറഞ്ഞത്, ഈ പണി അള്ളാഹ് ഏറ്റെടുത്ത പണിയാ. തങ്ങളെ ദിക്ർ, തങ്ങളെ കീർത്തനം അള്ളാഹു ഉയർത്തിയതാണ്. അതിന് നിന്റെ പണം കാരണമായോ? നീ ഭാഗ്യവാനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പ്രവർത്തനങ്ങൾ കബൂലാക്കുമാറാവട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നമ്മളിൽ നിന്നും മരിച്ചുപോയവർക്ക് കൂടി നമുക്ക് ദുആ ചെയ്ത് പെട്ടെന്ന് പിരിയാം. അള്ളാഹു നമ്മുടെ മജ്ലിസ് ദുആക്ക് ഉത്തരം